ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു വിശുദ്ധ ദിവസം കൂടെ ദൈവസന്നിധിയിൽ ഒരുമിച്ച് കൂടി കർത്താവിനെ ആരാധിപ്പാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കി തന്ന ഈ നല്ല സന്ദർഭത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ഒരിക്കൽ കൂടെ വിക്ടറി ഇൻ്റർനാഷണൽ AG വർഷിപ്പ് സെൻറ്ററിലേക്ക് സ്വാഗതം. കർത്താവ് നിങ്ങളെല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്പസമയ ചിന്തയ്ക്കായി റോമർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം നമുക്ക് വായിക്കാം. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ആമേൻ. ഇന്ന് പകൽക്കാല ഈ വചനത്തിലേക്ക് ഒരിക്കൽ കൂടെ എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പകൽ പ്രാർത്ഥനയോടെ സന്തോഷത്തോടുകൂടെ നമുക്ക് ദൈവസന്നിധിയിൽ അധികം വായിച്ച വചനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്. ആമേൻ. ഇന്ന് പകൽക്കാലം ഞാൻ ഒന്നുകൂടെ പറയുന്നു. ആമേൻ. സഹോദരന്മാരെ, സഹോദരിമാരെ, ആമേൻ. ഈ വചനമൊക്കെ കേൾക്കുമ്പോൾ അയ്യോ ഞങ്ങളെ കാര്യം പറഞ്ഞിട്ടില്ലല്ലോ എന്ന് വിചാരിക്കേണ്ട. ആമേൻ. ദൈവത്തിൻ്റെ സഹോദരൻ എന്ന് പറഞ്ഞാൽ സഹോദരിയും അതിനൊക്കെ തോണ്ട. ഹല്ലേലൂയ. ആദ്യമായിട്ട് ദൈവം ആമേൻ സ്തോത്രം ഹല്ലേലൂയ ആദാമിനെ സൃഷ്ടിക്കുമ്പോൾ ഹവ്വ ആദാമിൽ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ആമേൻ സ്തോത്രം. അല്ലയോ സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവ്. ഇന്ന് പകൽക്കാലം അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് പറയുന്നത് ഒരു മനുഷ്യൻ്റെ മനസ്സലിവല്ല, ദൈവത്തിൻ്റെ മനസ്സലിവ്. ഹല്ലേലൂയ. മനുഷ്യൻ മനസ്സലിയുന്നത് പോലെ അല്ല ദൈവം മനസ്സലിഞ്ഞ. ദൈവം ഒരു മനുഷ്യൻ്റെ മേൽ മനസ്സലിഞ്ഞാൽ പിന്നെ അവൻ്റെ ജീവിതത്തെ ആർക്കും നിശ്ചയിക്കാൻ പറ്റില്ല. മനുഷ്യൻ്റെ പരിധികൾ അവിടെ പൊട്ടിപ്പോകും, മനുഷ്യൻ്റെ കണക്കുകൂട്ടലുകൾ അവിടെ പൊട്ടിപ്പോകും. ഹല്ലേലൂയ. ഇന്ന് പകൽ നമ്മളെക്കുറിച്ചൊരു കണക്കുകൂട്ടൽ, ഹല്ലേലൂയ, എല്ലാ മനുഷ്യർക്കും നമ്മളെക്കുറിച്ചൊരു കണക്കുകൂട്ടലുണ്ട്. എന്നെക്കുറിച്ചൊരു കണക്കുകൂട്ടൽ എൻ്റെ കുടുംബക്കാർക്ക്, എൻ്റെ ചാർച്ചക്കാർക്ക്, എൻ്റെ സഭക്കാർക്ക്, പലർക്കും എന്നെക്കുറിച്ച് പല കണക്കുകൂട്ടലുകളുണ്ട്. പക്ഷേ ഇന്ന് പകൽക്കാലം ഞാൻ പറയും, ഹല്ലേലൂയ, ദൈവത്തിന് ഒരുവനോട് മനസ്സലിവ് തോന്നിയാൽ, ദൈവത്തിന് ഒരുവനോട് മനസ്സലിവ് തോന്നിയാൽ സകല മനുഷ്യരുടെ കണക്കുകൂട്ടലുകൾ മാറും. അവിടെ പരിധികൾ പൊളിയും, അവിടെ പരിമിതികൾ പൊളിയും. ഇന്ന് പകൽക്കാലം ഞാനിത് പറഞ്ഞുകൊണ്ട് ഇരിക്കുമ്പോൾ തന്നെ എവിടെയൊക്കെ ചില പരിധികൾ പൊട്ടുകയാണ്, ചില പരിമിതികൾ മാറിപ്പോവുകയാണ്. ഇന്ന് പകൽ ദൈവകുഞ്ഞ് നിനക്ക് വേണ്ടി വെച്ച അതിരുകൾ ഇന്ന് പകൽക്കാലം പൊട്ടുകയാണ്. ദൈവത്തിൻ്റെ മനസ്സലിവ് നിന്റെ കുടുംബത്തിനകത്ത് വന്നാൽ, നിങ്ങളുടെ തലമുറയ്ക്കകത്ത് വന്നാൽ, ഇന്ന് പകൽ ഞാൻ പറയുന്നു, അവൻ പരിധികൾ മാറിപ്പോകും. കഴിഞ്ഞ നാളുകളിൽ നിനക്ക് വേണ്ടി, നിന്റെ കുടുംബത്തിന് വേണ്ടി വെച്ച എല്ലാ പരിധികളും ഇന്ന് പകൽക്കാലം അത് പൊട്ടി മാറിപ്പോകും. ഓ സ്തോത്രം, ഹല്ലേലൂയ. ഇത് പകൽ ഈ വചനങ്ങളൊക്കെ പ്രസംഗിക്കുമ്പോൾ ഈ വചനം പിടിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നു അത് അങ്ങനെ തന്നെ സംഭവിക്കും. ഹല്ലേലൂയ. അത് അങ്ങനെ തന്നെ സംഭവിക്കും. ഈ വചനം പറയുമ്പോൾ സ്തോത്രം ചിലരെങ്കിലും അതിനെ പിടിക്കുമെന്ന് എനിക്കറിയാം. ഹല്ലേലൂയ. ഇത് പറയുമ്പോൾ പറയും, കർത്താവ് ഇന്ന് പകൽ ചില പരിധികൾ എൻ്റെ ജീവിതത്തിനകത്തൊന്ന് പൊട്ടണം, എൻ്റെ കുടുംബത്തിനകത്ത് ചില പരിധികൾ പൊട്ടണം. എൻ്റെ തലമുറകൾ ഇങ്ങനെ ഇരുന്നാൽ പോരാ, എൻ്റെ കുടുംബം ഇങ്ങനെ ഇരുന്നാൽ പോരാ, അടുത്ത നെക്സ്റ്റ് ഒരു ലെവലിലേക്ക് എനിക്കൊന്ന് കയറണം. അങ്ങനെങ്കിൽ ദൈവമേ, ഇന്ന് പകൽ ഈ വചനം എൻ്റെ ജീവിതത്തിൽ ഒന്ന് നിറവേറണം. ഒന്ന് പറയാൻ പറ്റുമോ? ഹല്ലേലൂയ. ഞാൻ പറയുന്നത് ഇതിനകത്ത് ആരെങ്കിലും ഒരാളിരുന്ന് പറഞ്ഞാൽ മതി, സ്വർഗം നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരും. ഈ വചനം ഇന്ന് പകൽ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. ഹല്ലേലൂയ. ഞാൻ പറയുന്നത് ഓൺലൈനിലൂടെ കാണുന്നവരോടും കൂടെ പറയുക, ഈ വചനം ഒന്ന് പിടിച്ചാൽ ഈ വചനം പറയുമ്പോൾ കർത്താവേ, അങ്ങനെയെങ്കിൽ ആ മനസ്സലിവ് ഇന്ന് പകൽ, നാളെയല്ല, അടുത്ത മാസമല്ല, 3-ാം മാസമല്ല, 6-ാം മാസമല്ല, പക്ഷെ ഇന്ന് പകൽ കർത്താവേ, ഈ ആരാധന കഴിയുന്നതിന് മുമ്പ് നിന്റെ മനസ്സലിവ് എൻ്റെ കുടുംബത്തിൽ, എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവമേ ഒന്ന് വെളിപ്പെടണമേ എന്ന് ഇതിനകത്ത് ആരെങ്കിലും ഒന്ന് പിടിച്ചാൽ ഞാൻ പറയും, ഈ വചനം നിങ്ങളുടെ മേൽ അത് വീഴും.
ഈ വചനത്തിന്റെ പ്രവൃത്തി നിങ്ങളുടെ മേൽ വീഴും. ഈ വചനത്തിന്റെ വെളിപ്പാട് നിങ്ങളുടെ മേൽ വീഴും. ഈ വചനത്തിൽ എഴുതിയിരിക്കുന്ന അനുഗ്രഹം നിങ്ങളുടെ മേൽ വീഴും. ഇന്ന് പകൽ അത് പിടിച്ചിട്ടേ പോകാവൂ. ഹല്ലേലൂയ. ആമേൻ. ഒരു ആരാധനയ്ക്ക് വന്നു പോയെന്നല്ല, ഇന്ന് പകൽ ചിലതിനെ പിടിച്ചിട്ട് വേണം പോകാൻ. എനിക്കറിയാം ഇന്ന് പകൽ ദൈവം ചില അത്ഭുതങ്ങൾ ചെയ്യും. ഹല്ലേലൂയ. ആമേൻ. കർത്താവ് പറയാ, ദൈവത്തിന്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളോട് പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ഇന്ന് പകൽ പ്രധാനപ്പെട്ട ഇമ്പോർട്ടന്റ് ആയ വിഷയം, ദൈവത്തിന് പ്രസാദമുള്ള യാഗം. മനുഷ്യന് പ്രസാദമുള്ളതല്ല. ഇന്ന് പകൽ പറയുന്നത് ദൈവത്തിന് പ്രസാദമുള്ള യാഗം. എന്താ ദൈവത്തിന് പ്രസാദമുള്ള യാഗം? ഹല്ലേലൂയ. ദൈവത്തിന് പ്രസാദമുള്ള യാഗം. അതുകൊണ്ട് ഞാൻ ദൈവത്തിന് പ്രസാദം തോന്നിയാൽ, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ദൈവം എന്തും ചെയ്യും. ആമേൻ. ദൈവം നമ്മുടെ ജീവിതത്തെ ബ്ലെസ് ചെയ്യാൻ തുടങ്ങിയാൽ പിന്നെ അതിനകത്ത് പരിധികളില്ല. ആർക്കും അതിനെ തടയാൻ പറ്റില്ല. ഈ പകലൊക്കെ ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ പിടിച്ചോണം. എൻ്റെ ജീവിതത്തിൽ നന്മ ആർക്കും തടയാൻ പറ്റുകയില്ലെന്ന് പറയുമ്പോൾ സ്വോത്രം പറഞ്ഞ് സ്വീകരിച്ചോണം. അത് തടയാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഒരു അസൂയ കണ്ണുകൾക്കും അതിനെ തടയാൻ പറ്റുകയില്ല. എൻ്റെ വളർച്ചയെ തടയാൻ ആർക്കും പറ്റുകയില്ല. എന്റെ ഉയർച്ചയെ തടയാൻ ആർക്കും പറ്റുകയില്ല. ഒരാഭിചാരത്തിനും പറ്റുകയില്ല. ഒരു വിളിച്ചപേക്ഷയ്ക്കും പറ്റില്ല. ഒരസൂയ കണ്ണിനും പറ്റത്തില്ലെന്ന്. ആമേൻ. ഇന്ന് പകൽ ദൈവം നിന്നെ നട്ടതാണെങ്കിൽ നീ വളരും, നീ ഉയരും, നീ ഫലം കായ്ക്കും. നിന്റെ ഫലം ആയിരക്കണക്കിന് ജനത്തിന് നിന്നിലെ ഫലം ആമേൻ ഉപകാരമായി വരും. ഹല്ലേലൂയ. ഒരാളിന് കരം കൊടുത്ത് പറഞ്ഞ് എൻ്റെ വളർച്ചയെ തടയാൻ പറ്റുകയില്ല. ആമേൻ. ഒന്ന് കരം കൊടുത്ത് പറഞ്ഞ് എൻ്റെ വളർച്ചയെ തടയാൻ പറ്റുകയില്ല. ഒരാളിനോടൊന്ന് കരം കൊടുത്ത് പറഞ്ഞ് എൻ്റെ വളർച്ചയെ തടയാൻ പറ്റുകയില്ല. എൻ്റെ ഉയർച്ചയെ തടയാൻ പറ്റുകയില്ല. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. അച്ഛൻ നമ്മുടെ വളർച്ചയെ തടയാൻ പറ്റുകയില്ല. ദൈവത്തിന് ഒരുവന്റെ മേൽ പ്രസാദം തോന്നിയാൽ അവൻ്റെ വളർച്ചയെ തടയാൻ പറ്റുകയില്ല. അവൻ്റെ ഉയർച്ചയെ തടയാൻ പറ്റുകയില്ല. സ്തോത്രം. ദൈവത്തിന് പ്രസാദം ഉണ്ടാകണം. ആമേൻ. എന്ത് ദൈവത്തിന് പ്രസാദം? ആമേൻ. ദൈവത്തിന് പ്രസാദം നിങ്ങൾ ബുദ്ധിയുള്ള ആരാധന. ഇത് പകൽ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കും ബുദ്ധിയുള്ള ആരാധന. എന്താ ബുദ്ധിയുള്ള ആരാധന? നമുക്കറിയാം ബുദ്ധി എന്ന വാക്കിന്റെ അർത്ഥം എന്താ? മലയാളത്തിൽ ബുദ്ധി എന്ന വാക്കിന്റെ അർത്ഥം തിരിച്ചറിയാനുള്ള ഇന്ദ്രിയം. ഹല്ലേലൂയ. തിരിച്ചറിയാനുള്ള ഇന്ദ്രിയം. നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ബുദ്ധി എന്ന് എഴുതിയാൽ അതിനകത്ത് വരും തിരിച്ചറിയാനുള്ള ഇന്ദ്രിയം. ആമേൻ. സ്തോത്രം. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഒന്നുകൂടെ പറയാം. ആമേൻ. സ്തോത്രം. നമുക്ക് ആമേൻ 5 ഇന്ദ്രിയങ്ങളാണ് ഉള്ളത്. ആമേൻ. സ്തോത്രം. ഒന്ന് ആമേൻ കണ്ണ്, മൂക്ക്, ചെവി, നാക്ക്, ആമേൻ പിന്നെ ത്വക്ക്. ഇതാണ് മനുഷ്യന് 5 ഇന്ദ്രിയങ്ങൾ. 5 ഇന്ദ്രിയങ്ങളുണ്ട്. സകല മനുഷ്യർക്കും 5 ഇന്ദ്രിയങ്ങളുണ്ട്. എന്നാൽ ഇന്ന് പകൽക്കാലം ആമേൻ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് ഒരു ഇന്ദ്രിയം കൂടെ ഉണ്ട്. മറ്റാർക്കും ഇല്ലാത്ത ഒരു ഇന്ദ്രിയം രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ. ആ 6ാമത്തെ ഇന്ദ്രിയമാണ് ബുദ്ധി എന്ന് പറഞ്ഞാൽ തിരിച്ചറിയാനുള്ള ഇന്ദ്രിയം. എന്തോ തിരിച്ചറിയാനുള്ള ഇന്ദ്രിയം. വചനം പറയുന്നു, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ ഉണ്ടോ എന്ന് കാണുവാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് എന്ത് ചെയ്യുന്നു? മനുഷ്യപുത്രന്മാരെ എന്ന് പറഞ്ഞാൽ ദൈവ സ്വർഗത്തിൽ നിന്ന് ആരെ നോക്കുന്നത്? തിരിച്ചറിയാൻ കഴിവുള്ള ആരുണ്ടെന്നാണ് ദൈവം. ഈ പട്ടണത്തിൽ 2 കോടിയിലധികം ജനമുണ്ട്. ആമേൻ. സ്തോത്രം. ഏകദേശം 10 ലക്ഷത്തോളം മലയാളി ഫാമിലി ഉണ്ട്. ആമേൻ. മലയാളികളുണ്ട്. പക്ഷെ എല്ലാവർക്കും ദൈവത്തെ തിരിച്ചറിയാൻ എന്ത് ചെയ്തില്ല? എല്ലാവർക്കും തിരിച്ചറിയാൻ പറ്റിയില്ല. പക്ഷെ തിരിച്ചറിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുക? നമുക്ക് മാത്രമാണ് ഈ ദൈവത്തെ എന്ത് ചെയ്യാൻ പറ്റേ?
തിരിച്ചറിയാൻ പറ്റിയത്. ഈ തിരിച്ചറിയുന്നവർക്കാണ് ആറാമത്തെ ഇന്ദ്രിയം ഉള്ളത്, തിരിച്ചറിയാനുള്ള ഇന്ദ്രിയം, ദൈവത്തെ തിരിച്ചറിയാനുള്ള ഇന്ദ്രിയം. ഓ, ദൈവ സാന്നിധ്യത്തെ തിരിച്ചറിയാനുള്ള ഇന്ദ്രിയം. ഒരു ദൈവമഹത്വം വെളിപ്പെട്ടാൽ ആറാമത്തെ ഇന്ദ്രിയമുള്ളവൻ തിരിച്ചറിയും. അവന് മാത്രമേ തിരിച്ചറിയാൻ പറ്റുള്ളൂ. ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾ ബുദ്ധിയുള്ള ആരാധന എന്ന് പറഞ്ഞാൽ തിരിച്ചറിവുള്ള ആരാധന. എല്ലാവർക്കും തിരിച്ചറിവില്ല. അപ്പൊ തിരിച്ചറിവുള്ള ആരാധനയായി വചനം പറഞ്ഞു നിങ്ങളുടെ ശരീരങ്ങളെ. അപ്പോ നമ്മുടെ ശരീരങ്ങളെ ജീവനും, ജീവൻ എന്ന് പറഞ്ഞാൽ ക്രിസ്തു യേശു, ആമേൻ, ക്രിസ്തുവിൽ വിശുദ്ധിയോടുകൂടെ ദൈവത്തിന് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞേ, ആമേൻ, ദൈവത്തിന് യാഗമാക്കണം. അപ്പൊ നമ്മുടെ ശരീരമാണ് ദൈവത്തിന് പ്രസാദം. നമ്മുടെ ജീവിതത്തിൽ വരണമെങ്കിൽ നമ്മുടെ ശരീരങ്ങൾ എന്ത് ചെയ്യണം? നമ്മുടെ ശരീരങ്ങൾ എന്ത് ചെയ്യണം? നമ്മൾ യാഗമാക്കണം. ഈ ശരീരത്തെ എന്ത് ചെയ്യണം? ശരീരത്തെ യാഗമാക്കണം. എങ്ങനെ യാഗമാക്കേണ്ടേ? ശരീരങ്ങളെ യാഗമാക്കണം. പഴയ നിയമത്തിനകത്ത് ആണ് യാഗം ഉണ്ടായിരുന്നത്. പഴയ നിയമത്ത് ഒരു മനുഷ്യൻ പാപം ചെയ്താൽ അവന്റെ പാപത്തിനൊത്തവണ്ണം ഒരു ആട്ടിൻകുട്ടിയോ പശുക്കിടാവിനെയോ കൊണ്ടുവന്ന് അവൻ സമാഗമന കൂടാരത്തിൽ കൊണ്ടുവന്ന് പ്രാകാരത്തിൽ അതിനെ കെട്ടണം. പ്രാകാരത്തിൽ അതിനെ കെട്ടിയിട്ട് ഇപ്പോൾ യാഗം കഴിക്കണം. അപ്പൊ ഈ യാഗമൃഗത്തെ പ്രാകാരത്ത് കൊണ്ടുവന്ന് യാഗമൃഗത്തെ കൊമ്പുകളോട് ചേർത്തു കെട്ടും. എന്നിട്ട് പുരോഹിതൻ വന്നിട്ട് സ്തോത്രം ഈ പാപം ചെയ്ത വ്യക്തിയുടെ തലയിൽ കൈവയ്ക്കും. ഈ പാപം ചെയ്ത വ്യക്തി ഈ ആടിന്റെ തലയിൽ കൈവയ്ക്കും. എന്നിട്ട് പറയും, പറ, എല്ലാ പാപവും ഒന്നുപോലും മറച്ചു വെക്കാതെ എല്ലാ പാപവും എന്ത് ചെയ്യണം? എല്ലാ പാപവും പറയാൻ പറ്റുന്നതായാലും പറ്റാത്തതായാലും പറഞ്ഞ് ഒരെണ്ണം മറച്ചു വെക്കാൻ. ഒരെണ്ണം മറച്ചു വെച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് അറിയാമോ? മറച്ചു വെച്ചാൽ സംഭവിക്കാൻ പോകുന്ന പറയാം. അപ്പോൾ ഇവൻ എല്ലാ പാപവും ഏറ്റു പറയണം. എന്നിട്ട് ഇവന്റെ പാപമെല്ലാം ആ ആടിന്റെ തലമേൽ ചുമത്തും. എന്നിട്ട് ഈ യാഗമൃഗത്തെ കൊണ്ടുവന്ന് പ്രാകാരത്തിൽ കൊണ്ടുവന്ന് പുരോഹിതൻ അതിൻ്റെ തലയെ വെട്ടി മാറ്റും. അപ്പോൾ യാഗം, ഞാൻ പറയുന്ന യാഗത്തെ കുറിച്ചാണ് പറയുന്നത്. തല എന്ത് ചെയ്യണം? തല വെട്ടി മാറ്റണം. ആമേൻ. എന്നിട്ട് ഇതിൻ്റെ തോലുരിക്കും. അതിൻ്റെ കുളമ്പുകളെല്ലാം വെട്ടി മാറ്റി അതിൻ്റെ തോലുരിക്കും. ആമേൻ. തോലുരിച്ച് മാറ്റി അതിൻ്റെ അകത്തുള്ള സ്തോത്രം എല്ലാ കൊടലും അതിനകത്തുള്ള കയ്പും എല്ലാം എടുത്ത് മാറ്റി ആമേൻ ഈ മാംസവും ഈ ആടിനെ യാഗപീഠത്തിൻ്റെ അടുക്കൽ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യുമെന്ന് അറിയാമോ? ഇതിൻ്റെ മാംസങ്ങളെല്ലാം വെട്ടിയെടുക്കും. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, നിങ്ങളുടെ ഭാവനയിലൊന്ന് ചിന്തിച്ചു നോക്കിയേ. തോലുരിക്കപ്പെട്ട ഒരു മൃഗം, ഒരാട് ഇല്ലെങ്കിൽ ഒരു പശു, അതിനെ യാഗപീഠത്തിൽ കൊണ്ട് വെച്ചാൽ എങ്ങനെ ഇരിക്കും? ആമേൻ. ഇതിങ്ങനെ 4 കാലും പറിച്ച് ഇങ്ങനെ ബലത്തോടെ ഇരിക്കും. ഇതിനെ യാഗപീഠത്തിൽ വെക്കാൻ പറ്റില്ല. ഇതിനെ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഇതിൻ്റെ മാംസം ചെത്തിയെടുക്കും. അസ്ഥികളൊന്നും വെക്കത്തില്ല. അസ്ഥികൾ വെച്ചാൽ അസ്ഥികൾ ഇങ്ങനെ ഇരിക്കും, ഒതുങ്ങത്തില്ല ഇത്. അപ്പോൾ ഈ ഒതുങ്ങാത്ത അസ്ഥികളെല്ലാം വെട്ടി നുറുക്കി എന്ത് ചെയ്യും? ഇതെല്ലാം എടുത്ത് മാറ്റിയിട്ട് ഈ മാംസത്തെയാണ് യാഗത്തിലേക്ക് വെക്കുന്നത്. ഈ മാംസം മാത്രം എടുത്തു വെച്ചാൽ ഈ മാംസം പ്രതികരിക്കോ? ഈ മാംസത്തിൽ ഒരു ഇടി കൊടുത്താൽ തിരിച്ചടിക്കോ? ഹലോ, ഈ മാംസത്തിനെ നോക്കി എന്തെങ്കിലും പറഞ്ഞാൽ ഈ മാംസം തിരിച്ച് സംസാരിക്കോ നമ്മളോട്? ഇല്ല. അതെന്തുകൊണ്ടാ? ഇത് ഏകദേശം യാഗം ഇനി അല്പം കഴിയുമ്പോൾ തീയിലോട്ട് കയറുന്നതിന് മുമ്പുള്ള ഒരു പ്രോസസ്സിങ്. പക്ഷെ ഇത് പ്രതികരിക്കില്ല. അപ്പൊ യാഗമായാൽ എന്ത് ചെയ്യത്തില്ല? സ്തോത്രം. ഇതിനെ ചവിട്ടിയാ തിരിച്ചു ചവിട്ടോ? ഇതിനെ 1 പറഞ്ഞാൽ 9 നമ്മളോട് തിരിച്ചു പറയോ?
അപ്പൊ എവിടെയെങ്കിലും പ്രതികരണം ഉണ്ടെങ്കിൽ ഓർത്തോണം എന്ത് ചെയ്തിട്ടില്ല. ഇതിപ്പോഴും കൊമ്പയിൽ കെട്ടി വെച്ചിരിക്കുന്നതേ ഉള്ളൂ. എന്ത് ചെയ്തിട്ടില്ല. യാഗം എൻ്റെ പഴയ സ്വഭാവം എങ്ങാനും ആയിരുന്നെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് സ്തോത്രം, ഇത് യാഗമായിട്ടില്ല. അപ്പോൾ ഈ മാംസത്തെ എടുത്ത് തീക്കകത്തോട്ട് വെച്ച് ഇതിനെ സ്തോത്രം തീയിട്ട് വേവിക്കും. ഇതിനെ കത്തിക്കുമ്പോൾ ഇത് പൂർണ്ണമായി ഇത് ദഹിച്ചാൽ അവൻ്റെ യാഗം പൂർണ്ണമായി. പക്ഷെ ഇത് ദഹിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്നറിയാമോ? ഈ പ്രാകാരത്തിൽ നിൽക്കുന്നവൻ അവിടെ വീണ് മരിക്കും. അതാണ് ന്യായപ്രമാണ കാലഘട്ടത്തിൽ ഉള്ള യാഗം. അപ്പൊ യാഗം പൂർണ്ണമാകണമെങ്കിൽ, ഈ യാഗം പൂർണ്ണമായി കത്തണമെങ്കിൽ ഇവൻ പാപം ഒന്നും മറച്ചു വയ്ക്കരുത്. ഒരു പാപവും ഏതെങ്കിലും ഒന്ന് മറച്ചു വെച്ചാൽ ഇവന്റെ യാഗം എന്ത് ചെയ്യത്തില്ല, ഇവന്റെ യാഗം പൂർണ്ണമാകത്തില്ല. പൂർണ്ണമാകാതെ ഇതെന്ത് ചെയ്യും? ഇവൻ എന്ത് ചെയ്യേണ്ടി വരും? ഇവൻ മരിക്കും. അപ്പോൾ എല്ലാ പാപവും ഏറ്റു പറയും. ഈ മാംസം യാഗമാകണം. ഇത് കത്തി ഭസ്മമായി മാറണം. ഇന്ന് പകൽ ദൈവം പറയുക, എനിക്ക് നിന്നോട് മനസ്സലിവുണ്ടാകും. പക്ഷെ നിന്റെ ശരീരത്തെ എന്ത് ചെയ്യണം? ശരീരത്തെ എന്ത് ചെയ്യണം? ശരീരത്തെ യാഗമാക്കണം. ഹല്ലേലൂയ. ശരീരത്തെ യാഗമാക്കണം. യാഗമൃഗത്തിന്റെ തല വെട്ടുമ്പോൾ സ്തോത്രം, പിന്നെ വായില്ല, കണ്ണില്ല, മൂക്കില്ല, ചെവിയില്ല. ഇനി ഒന്നും പറയണമെന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല? കേൾക്കാൻ പറ്റില്ല. ഹല്ലേലൂയ. ഈ പശുക്കൾക്ക് ഒരു സ്വഭാവമുണ്ട്. അതിനടുത്തൂടെ പോയാൽ ഇത് വാല് കൊണ്ട് എന്ത് ചെയ്യും? ഒരൊറ്റ അടി. എന്നിട്ട് അവൻ മിണ്ടാതെ നിൽക്കും. ഞാനൊന്നും. പക്ഷെ യാഗമായാൽ വാല് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് മിണ്ടാതെ. ഞാൻ അങ്ങനെ ഒന്നും. പശുവിൻ്റെ കാര്യം പറഞ്ഞതാ. നിങ്ങൾ സന്തോഷത്തോടെ ഇരിക്കുക. നമ്മുടെ ശരീരങ്ങൾ എന്ത് ചെയ്യണം? യാഗമാക്കണം. യാഗമാക്കിയാൽ ദൈവത്തിൻ്റെ ഈ ചില മീനുണ്ട്, ഈ സ്കിഡ്, കണവ, കണ്ടിട്ടുണ്ടോ ആ മീന്? ആ മീനിനൊരു പ്രത്യേകതയുണ്ട്, അമ്മമാർക്കറിയാം. ആ മീനിൻ്റെ വയറ്റിനകത്തൊരു കയ്പുണ്ട്. ഒരു കയ്പ്, അതൊരു വിഷം പോലെയാണ്. ദൈവം എന്തിനാണ് അതിനകത്ത് വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഏതെങ്കിലും മീൻ ഇതിനെ ആക്രമിക്കാൻ വന്നാൽ ഇത് പെട്ടെന്ന് ആ വെള്ളത്തിൽ ഈ കയ്പ് സ്പ്രെഡ് ചെയ്യും. അപ്പോഴേക്ക് അതിനെ പിടിക്കാൻ വരുന്ന മീന് അതിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിനു വേണ്ടിയാണ് ഈ കയ്പ് അതിനകത്ത് വെച്ചിരിക്കുന്നത്. പക്ഷെ ഈ മീന് നമ്മൾ മേടിച്ച് വീട്ടിൽ കൊണ്ടുവരുമ്പോൾ അമ്മമാർ ഇതിനെ വൃത്തിയാക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കും. എന്തെന്നറിയോ? അതിനെ രണ്ടായിട്ട് കീറിയിട്ട് അതിനകത്തുള്ള ആ കുടല് വലിച്ചു കളയുമ്പോൾ അതിനകത്ത് ഒരു ചെറിയ കറുത്ത സഞ്ചി പോലെ ചെറിയൊരു കയ്പുണ്ട്. അത് പൊട്ടാതെ ഇതിനെ വലിച്ച്, കണവ കണ്ടിട്ട് പോലും ഇല്ല ഭാഷ നിങ്ങൾ, സ്തോത്രം. പക്ഷെ ഇത് പൊട്ടിയാൽ എന്ത് ചെയ്യുമെന്നറിയോ? പൊട്ടിയാൽ ആ മാംസത്തെ മുഴുവൻ എന്ത് ചെയ്യും? പിന്നെ ഇതെന്ത് ചെയ്യാൻ പറ്റില്ല. ഇത് കഴിക്കാൻ ഇത് ഉപയോഗശൂന്യമായി മാറും. അപ്പൊ ഈ കയ്പ് പൊട്ടാതെ എന്ത് ചെയ്യണം? യാഗത്തിന് മുമ്പ് ഇത് വൃത്തിയാക്കുമ്പോൾ ഇതിനകത്തുള്ള കയ്പെല്ലാം എന്ത് ചെയ്യണം? ഇന്ന് പകൽ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മളൊരു യാഗമായി മാറണം. ഇന്ന് പകൽ ഒരു യാഗം നടക്കണം. പിശാച് ഇന്ന് പകൽ നമ്മളെ കണ്ടിട്ട് അവൻ തോറ്റ് പിന്മാറിപ്പോകണം. നമ്മളല്ല തോക്കാനുള്ളത്, സാത്താൻ തോക്കണം. നമ്മൾ തോക്കാൻ വേണ്ടി ജനിച്ചവരല്ല, നമ്മളെ ജയിക്കാൻ വേണ്ടി. നമ്മുടെ കർത്താവ്
കാൽവറി ക്രൂസിൽ ആമേൻ സ്തോത്രം ശത്രുവിന്റെ ആയുധ വർഗത്തെ വെയ്പ്പിച്ചു. ആമേൻ ജയാളിയായ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകൽ ആമേൻ സ്തോത്രം പിശാച് തോൽക്കണം. ഹല്ലേലൂയ. ദൈവം പറയുക, ഇന്ന് പകൽ നിന്റെ ആരാധന എങ്ങനെ ഉള്ളതായിരിക്കണം? എനിക്ക് പ്രസാദമുള്ള ആരാധനയായിരിക്കണം. ആമേൻ. ഇന്ന് പകൽ മനുഷ്യനെ പ്രസാദിപ്പിക്കുന്ന ആരാധനയല്ല. ഇന്ന് പകൽ ദൈവം പറയുക, ആമേൻ, എനിക്ക് നിന്നോട് പ്രസാദം തോന്നിയാൽ നിന്റെ ആരാധനയ്ക്കകത്ത് എനിക്ക് പ്രസാദം തോന്നണം. ആമേൻ. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ പ്രസാദമുള്ള ആരാധന എങ്ങനെയാ? നമ്മുടെ ശരീരങ്ങളെ ആമേൻ സ്തോത്രം ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗം. ഓ, ഈ ശരീരത്തെ എന്ത് ചെയ്യണം? യാഗമാക്കണം. ആമേൻ സ്തോത്രം. ഇന്ന് പകൽ ഈ ശരീരത്തെ യാഗമാക്കിയാൽ ആമേൻ സ്തോത്രം മനുഷ്യന്റെ പ്രസാദമല്ല. മനുഷ്യന്റെ പ്രസാദം ആമേൻ സ്തോത്രം ഹല്ലേലൂയ എങ്ങനെയുള്ളതാ? മനുഷ്യന്റെ പ്രസാദം നമ്മുടെ കൈ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഭയങ്കര പ്രസാദമാണ്. ഒന്ന് ചരിഞ്ഞു നോക്കട്ടെ, ആമേൻ സ്തോത്രം, പിന്നെ മിണ്ടത്തില്ല, പിന്നെ സ്തോത്രം പറയത്തില്ല. ആമേൻ സ്തോത്രം. പക്ഷേ മനുഷ്യൻ്റെ ആമേൻ സ്നേഹത്തിന് പരിധിയുണ്ട്, മനുഷ്യൻ്റെ പ്രസാദത്തിന് പരിമിതിയുണ്ട്. ഇന്ന് പകൽ ഞാൻ പ്രസംഗിക്കുന്നത്, ഇന്ന് പകൽ പരിധിയില്ലാതെ ആമേൻ ദൈവത്തിൻ്റെ പ്രസാദം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ തക്കവണ്ണം ഇന്ന് പകൽ ഇതിനകത്ത് ആരെങ്കിലും ഒന്ന് യാഗമായാൽ, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ദൈവകുഞ്ഞാൻ നിന്റെ ശത്രുക്കൾ നോക്കി നിൽക്കെ, ആമേൻ, നിന്റെ തലയെ കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ ആമേൻ നിന്റെ തല ഈ പട്ടണത്തിന്റെ നടുവിൽ അവൻ ഉയർത്തി. ആമേൻ. നിന്റെ തലമുറകളുടെ തലകളെ ഉയർത്തി. ആമേൻ. നിന്നെ മാനിപ്പാൻ ഇന്ന് പകൽക്കാലം ഒരു ദൈവ ശക്തനായ ദൈവം നമ്മുടെ നടുവിലുണ്ട്. ഈ വചനങ്ങളൊക്കെ പ്രസംഗിക്കുമ്പോൾ ചിലർക്ക് ഭയങ്കര സന്തോഷമാണ്, ചിലർക്ക് ഭയങ്കര പ്രയാസമാണ്. ഞാൻ പറയുന്നു, ഇന്ന് പകലിൽ ആരും പൂർണ്ണരൊന്നുമല്ല. ഹല്ലേലൂയ. ശരീരത്തിന്റെ വീണ്ടെടുപ്പ് ഇന്ന് വരെ എന്ത് ചെയ്തിട്ടില്ല. ആത്മാവിന്റെ വീണ്ടെടുപ്പ് കഴിഞ്ഞു, ശരീരത്തിന്റെ ജഡത്തിന്റെ വീണ്ടെടുപ്പ് ഇന്ന് വരെ വന്നിട്ടില്ല. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ജഡപ്രകാരം ഞങ്ങൾ എന്ത് ചെയ്യുന്നില്ല, ജഡപ്രകാരം ഞങ്ങൾ പോരാടുന്നില്ല. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങൾ ജഡികങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ തക്കവണ്ണം ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ അവയാൽ ഞങ്ങൾ, ആമേൻ, പൗലോസ് പറഞ്ഞ ശ്രദ്ധിക്കണം, സങ്കല്പങ്ങളും ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി ഉയരുന്ന എല്ലാ ഉയർച്ചകളെയും, ആമേൻ സ്തോത്രം, യേശു ക്രിസ്തുവിന്റെ അനുസരണത്തിൽ ഞങ്ങൾ അവയെ എന്ത് ചെയ്യുന്നു? ഞങ്ങൾ അതിനെ പിടിച്ചടക്കുന്നു. എന്ന് പറഞ്ഞാൽ ഇത് അടങ്ങത്തില്ല. ദിവസവും നമ്മൾ എന്ത് ചെയ്യണം? ഇത് ഒരു ആമേൻ ആരാധനയ്ക്കോ ഒരു ഉപവാസ പ്രാർത്ഥനയ്ക്കോ പിടിച്ചടക്കിയാൽ അടങ്ങുന്നതല്ല. ഇത് ദിനംതോറും എന്ത് ചെയ്യണം? ഇത് ദിനംതോറും നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇതിനെ പിടിച്ചടക്കണം. ആമേൻ സ്തോത്രം. ഒരു ദിവസം മാനസാന്തരപ്പെട്ടാൽ പോരാ, എല്ലാ ദിവസവും എന്ത് ചെയ്യണം? എല്ലാ ദിവസവും നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കണം? നമ്മൾ മാനസാന്തരപ്പെട്ടുകൊണ്ടേ ഇരിക്കണം. ഹല്ലേലൂയ. രക്ഷിക്കപ്പെട്ടുകൊണ്ടേ ഇരിക്കണം. ഹല്ലേലൂയ. ആമേൻ. അപ്പോൾ ഈ ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി ഉയരുന്ന ഉയർച്ചകളുണ്ട്. ഇതെവിടെയുള്ള ഈ ഉയർച്ചകൾ? ദൈവത്തിന്റെ പ്രവർത്തിക്ക്, ദൈവത്തിന്റെ സ്നേഹത്തിന്, ദൈവത്തിന്റെ ദയക്ക്, കരുണയ്ക്ക് വിരോധമായി ഉയരുന്ന ഉയർച്ചകൾ. ഈ ഉയർച്ച എവിടെയായിരിക്കുന്നത്? ഇതെവിടെയായിരിക്കുന്നത്? ഈ ഉയർച്ച എവിടെയായിരിക്കുന്നത്? എൻ്റെ ജഡത്തിലായിരിക്കുന്നത്, എൻ്റെ ശരീരത്തിലാണ് ഇരിക്കുന്നത്. വചനം വന്നു, പക, പിണക്കം, ജാരസംഘ, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, ആമേൻ, വെറിക്കൊത്ത്, മദ്യപാനം, ഇതെല്ലാം എവിടെയായിരിക്കുന്നത്? ഇതെവിടെയായിരിക്കുന്നത്? നിങ്ങൾ മിണ്ടുന്നില്ല. ഏത് ജഡത്തിൽ? ഇതെല്ലാം എവിടെയായിരിക്കുന്നത്? എൻ്റെ ജഡത്തിൽ. ഇതേത് ജഡമാ? രക്ഷിക്കപ്പെട്ട ജഡത്തിൽ, സ്നാനപ്പെട്ട ജഡത്തിൽ. രക്ഷിക്കപ്പെട്ടത് കൊണ്ട് നമ്മൾ വിശുദ്ധരായി അങ്ങ് തീർന്നില്ല. ആമേൻ. ഓരോ ദിവസവും ആമേൻ. ഇന്ന് പകൽ ഞാൻ പറയും, നമ്മുടെ ശത്രുവാരാ? നമ്മുടെ ശത്രുവാരാ? നിങ്ങൾ, നമ്മുടെ ശത്രുവാരാ? സാത്താൻ ആണോ? പറയാൻ പെട്ടെന്ന് നിർത്താം. പറഞ്ഞേ, ആരാ നമ്മുടെ ശത്രുവാരാ? നമ്മുടെ ശത്രുവാരാ? പാസ്റ്റർ, ഞങ്ങൾക്ക് ശത്രുവേ ഇല്ല. കുറച്ച് പേർക്ക് ശത്രുവുള്ളൂ, കുറച്ച് പേർക്ക് ശത്രുവില്ല. നമ്മുടെ ശത്രുവാരാ? ജഡം ആണോ?
ഇനി മാറ്റി പറയരുത്. ആണോ? ജഡമാണോ? സത്യത്തിൽ നമ്മുടെ ശത്രു ആരാന്ന് ചോദിച്ചാൽ നമ്മുടെ ജഡമാണ് നമ്മുടെ ശത്രു. നമ്മുടെ ശത്രു എവിടെയാ പതിയിരിക്കുന്നത്? നമ്മുടെ ജഡത്തിലാ പതിയിരിക്കുന്നത്. അവൻ നമ്മുടെ വീട്ടിന്റെ പുറകിലല്ല, ഇരുട്ടുള്ളിടത്തല്ല ശത്രു ഇരിക്കുന്നത്. അവൻ ശത്രു ഇരിക്കുന്നത് എവിടെയാ? ജഡത്തിലാണ്. ഓ പാസ്റ്റർ, ഇതാദ്യമായിട്ടാണല്ലോ ഞങ്ങൾ കേൾക്കുന്നത്. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് പകൽ കേട്ടോളണം. അപ്പം നമ്മൾ ആരെയും കൊണ്ടാണ് നടക്കുന്നത്? ശത്രുവിനെയും കൊണ്ടാണ്. സ്തോത്രം. അതെങ്കിലും സമ്മതിച്ചല്ലോ. പ്രൈസ് ലോർഡ്. കർത്താവേ സ്തോത്രം. ആമേൻ. കർത്താവേ വേഗം വരണമേ. ഹല്ലേലൂയ. സ്തോത്രം. അപ്പം നമ്മുടെ ജഡത്തിൽ ശത്രുവുണ്ട്, ജഡത്തിൽ ഉയർച്ചയുണ്ട്. ഇത് ആർക്ക് വിരോധമായിട്ടാണ് പ്രവർത്തിക്കുന്നത്? ദൈവത്തിൻ്റെ പരിജ്ഞാനം ഇല്ലെങ്കിൽ ദൈവത്തിൻ്റെ കൃപയോട് ഇല്ലെങ്കിൽ ദൈവത്തോടാണിത്. അപ്പോൾ ശത്രു എവിടെ ഇരുന്നാൽ നമ്മളോട് ഫൈറ്റ് ചെയ്യുന്നത്? നമ്മളെ ജഡത്തിലിരുന്നു കൊണ്ട് നമുക്ക് വിരോധമായി, നമ്മുടെ ആത്മാവിന് വിരോധമായി, നമ്മുടെ ദൈവത്തിന് വിരോധമായി നമ്മുടെ ജഡത്തിലിരുന്ന് പോരാടുക. എന്നിട്ട് നമ്മൾ പറയാണ്, ഇതിനെ കാണാൻ പറ്റാതെ നമ്മൾ പറയാണ് ദേശത്തിന്റെ പോരുകൾ, വാഴ്ചകൾ. ഇനി വേറെ ആരെങ്കിലും നമുക്ക് എതിരാണെങ്കിൽ പറയും ആ വ്യക്തികൾ അവരുടെ എതിര് പ്രാർത്ഥന ഇതൊന്നും അല്ലെന്ന്. പിശാച് എവിടെ ഇരുന്ന പോരാടുന്നേ? ഈ ജഡത്തിലിരുന്ന. ആന്നോ പാസ്റ്റേ? ആന്നേ. സ്തോത്രം. ഉദാഹരണം, ഇപ്പോ എനിക്ക് വിരോധമായി ഒരു വ്യക്തിയോട് സംസാരിച്ചു. അപ്പോൾ വേറൊരു വ്യക്തി വന്നിട്ട് എന്നോട് പറയാം, പാസ്റ്റേ നിങ്ങളെപ്പറ്റി ഇന്നയാള് ഇന്നാരോട് പറഞ്ഞു, ഇന്ന കാര്യങ്ങൾ പറഞ്ഞത് ഞാൻ കേട്ടു, ഞാൻ അറിഞ്ഞു പാസ്റ്റേ, എങ്കിലും പാസ്റ്ററെ പറ്റി അങ്ങനെ പറയണ്ടായിരുന്നു എന്നൊരാൾ വന്ന് പറയുക. അപ്പോൾ എൻ്റെ ശരീരത്തിൽ രണ്ട് വ്യക്തികൾ ഫൈറ്റിങ്ങിന് എഴുന്നേക്കും. ഒന്ന് എൻ്റെ അകത്തുള്ള ആത്മാവ്, രണ്ട് എൻ്റെ ജഡം. എൻ്റെ ജഡം ഉയർന്നിട്ട് പറയും, ആഹാ നമ്മൾ അവരെ അങ്ങനെയല്ലല്ലോ കണ്ടത്, അവരെനിക്ക് വിരോധമായി അങ്ങനെ എനിക്കറിയാം അവരത് പറയാനുള്ള യോഗ്യതയൊന്നും അവർക്ക് ഇല്ല. അവരെ കുടുംബത്തെ പറ്റി എനിക്കറിയാം അവരെങ്ങനെ ഉള്ളവരാണെന്ന്. അങ്ങനെ എന്നെ പറഞ്ഞു കേട്ടോ. ശത്രു എവിടെ ഉയരുവാ? ജഡത്തിൽ ഉയരുക. എന്നിട്ട് പറയാ, പിന്നെ എൻ്റെ മനസ്സിനകത്ത് അവരോടൊരു കയ്പ്. ഇനി എനിക്ക് ഉറക്കം വരണമെങ്കിൽ, എൻ്റെ ജഡത്തിന് ഉറക്കം വരണമെങ്കിൽ സ്വത്രം ആരോടെങ്കിലും ഇവരെ കുറിച്ച് 10 കാര്യം തിരിച്ചടിച്ചിട്ടല്ലാതെ പിന്നെ എൻ്റെ ഫോണ് സ്വിച്ച് ഓഫ് ആകത്തില്ല. സ്വിച്ച് ഓഫ് ആകുന്നത് വരെ എന്ത് ചെയ്യും? ശത്രു എവിടെ ഇരിക്കുന്നേ? ഈ ജഡത്തിലിരിക്കുന്ന ശത്രുവിനെ എന്ത് ചെയ്യണം? വചനം പറയുന്നു, ആത്മാവിനാൽ ജഡത്തിന്റെ പ്രവർത്തികളെ മരിപ്പിക്കുന്നു എങ്കിൽ നിങ്ങൾ ജീവിക്കും. അപ്പൊ നമ്മുടെ അകത്തൊരു ആത്മാവിരിപ്പുണ്ട്, നമ്മുടെ അകത്തൊരു കർത്താവിരിപ്പുണ്ട്, നമ്മുടെ അകത്ത് പരിശുദ്ധാത്മാവിരിപ്പുണ്ട്, നമ്മുടെ ഉള്ളിൽ പുത്രത്വം ഇരിപ്പുണ്ട്. പക്ഷെ ഇന്ന് പകൽക്കാലം ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി തീർന്ന ഒരു വ്യക്തിയാണെങ്കിൽ പറയും, എന്നെ പറ്റി അങ്ങനെ പറഞ്ഞെന്നിരിക്കെ. നിങ്ങൾ സ്തോത്രം പറഞ്ഞു, നിങ്ങൾ പറഞ്ഞെന്നല്ല, ഇത് ഉദാഹരണം പറയുന്നതാ. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ എന്നെ പറ്റി പറഞ്ഞെന്നിരിക്കട്ടെ. സ്തോത്രം. ഇനി ഞാൻ എന്നെ തന്നെ ഉദാഹരണമാക്കണം എന്തിനാണെന്നറിയോ? നിങ്ങൾ ആരെങ്കിലും പേര് പറഞ്ഞിട്ട് ഇനി ആരാധന കഴിഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ അകത്തെ ആത്മാവ് ആക്റ്റീവാണെങ്കിൽ സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ദൈവത്തിന് പ്രസാദമുള്ള യാഗം കഴിക്കുന്ന എൻ്റെ ജഡം യാഗമായതാണെങ്കിൽ പിന്നെ എൻ്റെ ശരീരത്തിലെ ജഡത്തിൻ്റെ ഉയർച്ചകൾക്ക് എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ പിന്നെ ആത്മാവിൽ പ്രതികരിക്കും. ഞാൻ ജഡത്തിൽ എന്ത് ചെയ്യത്തില്ല? ജഡത്തിൽ പ്രതികരിക്കത്തില്ല. പിന്നെ സ്തോത്രം. ഹല്ലേലൂയ. എന്നെ പറ്റി തിന്മയായി ആരെങ്കിലും പറഞ്ഞാൽ അവിടെ ഞാൻ എൻ്റെ ആത്മാവ് എന്ത് ചെയ്യുമെന്ന് അറിയാമോ? എൻ്റെ ആത്മാവ് സന്തോഷിക്കാൻ തുടങ്ങും. ഓ താങ്ക് യു. ഓ
അങ്ങനെ ദൈവമക്കളുടെ കാര്യം പറഞ്ഞത്. ഇന്ന് പകൽ ഞാൻ സന്തോഷിക്കും കർത്താവേ. ആമേൻ. വചനം ഇങ്ങനെ പറഞ്ഞു, നിങ്ങളെ കൊണ്ട് സകല തിന്മകൾ കളവായി പറയുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. ആമേൻ. സ്വർഗത്തിൽ നിങ്ങൾക്ക് അധികം പ്രതിഫലമുണ്ട്. ഇന്ന് പകൽ നമുക്ക് വിരോധമായി ആരെങ്കിലും സംസാരിച്ചാൽ ഇന്ന് പകൽ സന്തോഷിക്കണം. അവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം പറയണം. സ്വർഗത്തിൽ എനിക്ക് പ്രതിഫലം വാങ്ങി തന്നവരെ കാണുമ്പോൾ, ഞാൻ പറയുന്നു, അവരെ കാണുമ്പോൾ ജ്യൂസ് മേടിച്ചു കൊടുക്കണം. ആരെങ്കിലും നമുക്ക് വിരോധമായി സംസാരിച്ചാൽ അപ്പൊ അവർക്ക് ബിരിയാണി മേടിച്ചു കൊടുക്കണം. എന്തിനാണെന്നറിയോ? സ്വർഗത്തിൽ അങ്ങനെയാണെങ്കിൽ ഹമേ സ്തോത്രം, ആർക്കെങ്കിലും നമ്മളെ തോൽപ്പിക്കാൻ പറ്റുമോ? ആർക്കെങ്കിലും നമ്മളെ പറ്റുമോ? നമ്മളെ പരാജയപ്പെടുത്താൻ പറ്റുകയില്ല. കാരണം എന്തെന്നറിയാമോ? ആമേൻ സ്തോത്രം, ഹല്ലേലൂയ. ഇത് യാഗമായി തീർന്ന ഇതിനകത്ത് ദൈവത്തിന്റെ പ്രസാദം കിടന്നാൽ ആമേൻ, ദൈവമക്കൾ ജഡത്തിൽ പ്രതികരിക്കത്തില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, പൗലോസ് പറഞ്ഞു, ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരാ, ജഡത്തിലാ ഞങ്ങൾ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത്. പക്ഷെ ഞങ്ങൾ ജഡപ്രകാരം എന്ത് ചെയ്യുന്നില്ല? ജഡപ്രകാരം ഞങ്ങൾ പോരാടുന്നില്ല. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങൾ ഇന്ന് പകൽ ഈ ശരീരം ദൈവത്തിന് യാഗമായി മാറണം. ഹല്ലേലൂയ. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 19-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ പറഞ്ഞു, ദൈവത്തിന്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും. ഈ ശരീര യാഗമാകാൻ പറഞ്ഞത് എന്തിനാ? ഈ ശരീരത്തെ യാഗമാക്കാൻ പറഞ്ഞത്? ഈ ശരീരത്തെ വിശുദ്ധീകരിക്കാൻ പറഞ്ഞത് എന്തിനാ? ആമേൻ സ്തോത്രം. 1 കൊരിന്ത്യർക്ക് ലേഖനം 6-ാം അധ്യായം 19-ാം വാക്യത്തിൽ പറഞ്ഞു, ദൈവത്തിന്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരം. നമ്മുടെ ശരീരം പരിശുദ്ധാത്മാവിന്റെ മന്ദിരം, ദൈവത്തിന്റെ. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും നിങ്ങൾ അറിയുന്നില്ലയോ? ആമേൻ. എന്റെ ആലയം വിശുദ്ധമല്ലോ, നിങ്ങളും അങ്ങനെ തന്നെ. അപ്പൊ നമ്മുടെ ശരീരം ദൈവത്തിന്റെ മന്ദിരം, ദൈവത്തിന്റെ വീടാണ് നമ്മുടെ ശരീരം. അപ്പൊ ഈ ശരീരത്തെ എന്ത് ചെയ്യണം? ദൈവം വസിക്കുന്ന മന്ദിരം. ഇന്ന് പകൽ ഒരു മുഖ്യമന്ത്രി താമസിക്കുന്ന വീട്, അല്ലെങ്കിൽ പ്രധാനമന്ത്രി താമസിക്കുന്ന വീട്, ആ വീടിന് എത്ര സെക്യൂരിറ്റി ഉണ്ടാകും? അല്ലേ? എത്ര സെക്യൂരിറ്റി ഉണ്ടാകും? ഇന്ന് പകൽ ദൈവം നമ്മിൽ വസിക്കുന്നു. ഇന്ന് പൗലോസ് പറയാ, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാണ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇതറിയത്തില്ല. പൗലോസ് വെക്കുന്നു, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ വസിക്കുന്നു എന്നും നിങ്ങൾ അറിയുന്നില്ലയോ? ഞാൻ ചോദിക്കുന്ന, അറിയുന്നുണ്ടോ? സർവശക്തനായ ദൈവം ഇസ്രായേൽ മക്കൾ ഹോരേബ് പർവ്വതത്തിൽ ദൈവം പ്രത്യക്ഷപ്പെടുവാനിരിക്കുമ്പോൾ മോശയോട് പറഞ്ഞു, മോശയെ, ഈ ജനത്തെ 3 ദിവസം നീ ശുദ്ധീകരിക്കണം. 3 ദിവസം ഈ ജനത്തിനെ ശുദ്ധീകരിക്കണം. ശുദ്ധീകരിച്ചിട്ട് ഈ ജനത്തെ 3-ാമത്തെ ദിവസം പർവ്വതത്തിന്റെ അടുക്കൽ കൊണ്ടുവരണം. പക്ഷെ പർവ്വതത്തിന്റെ അടുക്കൽ നീ വേലി കെട്ടണം. ഒരു മനുഷ്യനും പർവ്വതത്തിൽ എന്ത് ചെയ്യരുത്? പർവ്വതത്തിൽ തുടരുത്. ദൈവം ഇറങ്ങി നിൽക്കുന്ന വിശുദ്ധനായ പരിശുദ്ധനായ സർവശക്തനായ ദൈവം ഇറങ്ങി നിൽക്കുന്ന പർവ്വതത്തിൽ ഒരു മനുഷ്യൻ എന്ത് ചെയ്യരുത്? മനുഷ്യനോ മൃഗമോ പർവ്വതത്തെ തൊടരുത്. മനുഷ്യനോ മൃഗമോ പർവ്വതത്തെ തൊട്ടാൽ അവരെ കൈകൊണ്ട് തൊടരുത്. കല്ലുകൊണ്ടോ അമ്പെയ്തോ കല്ലെറിഞ്ഞോ അമ്പെയ്തോ അവനെ കൊല്ലേണം. ഹല്ലേലൂയ.
കണ്ടോ, പരിശുദ്ധനായ ദൈവം ഇറങ്ങി നിൽക്കുന്ന പർവ്വതത്തെ തൊടുന്നവനെ, ദൈവത്തെ തൊടുന്നവനല്ല, പർവ്വതത്തെ തൊടുന്നവനെ കല്ലെറിഞ്ഞു കൊല്ലണം, ഇല്ലെങ്കിൽ അമ്പെയ്ത് കൊല്ലണമെന്നാ പറഞ്ഞ്. സ്തോത്രം. എന്നിട്ട് 3-ാം ദിവസം ഈ ജനത്തെ മുഴുവനും ദൈവത്തിന്റെ പർവ്വതത്തിന്റെ അടിയിലേക്ക് കൊണ്ടുവന്നു. പർവ്വതത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ദൈവം സ്തോത്രം ഹല്ലേലൂയ സ്വർഗത്തിൽ നിന്ന് ആ പർവ്വതത്തിലേക്ക് ഇറങ്ങി വരികയാണ്. ആ സമയത്ത് ഇടിമുഴക്കങ്ങളും കൂരിരുട്ടും തീയും പുകയും ആ പർവ്വതത്തിൽ നിറഞ്ഞു. ദൈവം ഇറങ്ങി വന്നു. ഇസ്രായേൽ മക്കൾ മുഴുവനും വിളിച്ചു പറഞ്ഞു, ഞങ്ങൾക്ക് മോശയെ, ഞങ്ങൾക്ക് ഈ ദൈവത്തെ കാണണ്ട, ഞങ്ങൾക്കിത് സഹിക്കാൻ പറ്റുന്നില്ല, ഈ ദൈവത്തിൻ്റെ ഭയങ്കരത്വം ഞങ്ങൾക്ക് നോക്കാൻ പറ്റുന്നില്ല. മോശയോട്, മോശ നീ സംസാരിച്ചാൽ മതി, ഞങ്ങൾക്ക് ദൈവത്തെ കാണണ്ട. ഈ സർവശക്തനായ ദൈവം പർവ്വതത്തിൽ ഇറങ്ങി വന്നപ്പോൾ ആ പർവ്വതത്തെ വിശുദ്ധീകരിച്ചു, ജനത്തെ വിശുദ്ധീകരിച്ചു. ഇന്ന് പകൽ ആ സർവശക്തനായ ദൈവം സ്തോത്രം വേഷത്തിൽ മനുഷ്യനായി ദാസരൂപമെടുത്ത് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. നമുക്ക് വേണ്ടി തൻ്റെ പ്രാണനെ തന്നു. സ്തോത്രം ഹല്ലേലൂയ. വീണ്ടും ആ പുത്രത്വത്തെ നമ്മിൽ വഹിപ്പാൻ തക്കവണ്ണം നമ്മളെ വിശുദ്ധീകരിച്ചു. അവൻ്റെ മരണത്തോട് പങ്കാളിയാക്കി തീർത്തു. ആ ക്രിസ്തു യേശുവിനെ നമ്മുടെ അകത്താക്കി. ഇന്ന് ദൈവം നമ്മളോട് പറയാം, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാണ്, ഞാൻ നിങ്ങളുടെ അകത്ത് വസിക്കുന്നു. ഇന്ന് പകൽ സ്തോത്രം ഈ വചനമൊക്കെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞപ്പോൾ ഹല്ലേലൂയ സ്തോത്രം എല്ലാവരും മിണ്ടാതെ ഇങ്ങനെ ഇരുന്നു. അപ്പോൾ പൗലോസ് ചോദിച്ചു, നിങ്ങൾ ഇതറിയുന്നില്ലയോ? സത്യം പറഞ്ഞാൽ ഒന്ന് ചിന്തിച്ചോക്കെ, ഈ സർവശക്തനായ ദൈവം എൻ്റെ ഉള്ളിൽ, എൻ്റെ കൂടെയുണ്ട്, എന്നിൽ വസിക്കുകയാണ്. ഞാൻ ദൈവത്തിൻ്റെ മന്ദിരമാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ നടക്കുമ്പോൾ എന്നോട് കൂടെ ആര് കൂടെയുണ്ട്? ആര് കൂടെയുണ്ട്? ആര് കൂടെയുണ്ട്? ഉണ്ടോ? ഈ സർവശക്തനായ ദൈവത്തെ വെച്ചിട്ടാ സ്തോത്ര ഹല്ലേലൂയ നമുക്ക് ഒരു ആവശ്യം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്നറിയാമോ? പ്രയർ ഗ്രൂപ്പിൽ, അയ്യോ ദൈവമക്കളെ നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി, ഹലോ, ഒരു വിഷയം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അയ്യോ പാസ്റ്ററെ പ്രാർത്ഥിക്കണേ, ദൈവമക്കളെ എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി. ആരെയും കൊണ്ടാ നടക്കുന്നേ? ഹലോ, ആരെയും കൊണ്ടാ നടക്കുന്നേ? എൻ്റെ കൂടെ ആരുണ്ട്? ആരുണ്ട്? ഓ, എൻ്റെ കൂടെ ആരുണ്ട്? പാസ്റ്ററിൻ്റെ കൂടെ ദൈവമുണ്ട്, അത് ഞങ്ങൾക്കറിയാം. ഇപ്പം ഞങ്ങളുടെ കൂടെ ദൈവം ഉണ്ടോ എന്നുള്ള കാര്യത്തിലാണ് ഞങ്ങൾക്ക്. ഹലോ, ഹലോ ബ്ലെസ്സി, ആരുണ്ട്? ഉണ്ടോ? 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 ഇന്ന് പകൽ ദൈവം നമ്മളെ കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വിഷയങ്ങൾ വരുമ്പോൾ, ഇന്ന് പകൽ ഈ മൈക്ക് ഞാൻ നിങ്ങൾക്ക് തരാം. എന്നിട്ട് നിങ്ങൾ എന്നോട് വിളിച്ചു പറ, പാസ്റ്റർ ദൈവം നിങ്ങളെ കൂടെ ഉണ്ടെന്ന്. എന്ന് പകൽ സ്തോത്രം എനിക്ക് സ്തോത്രം ഹല്ലേലൂയ. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ കൊച്ചു കുഞ്ഞ് അവൻ്റെ കൈ പിടിച്ച് നമ്മൾ നടക്കുമ്പോൾ സ്തോത്രം ഹല്ലേലൂയ വഴിയെ വരുന്ന വാഹനത്തെ അവന് പേടിയുണ്ടോ? പേടിയുണ്ടോ? അവന് പേടിയില്ല. പട്ടി കടിക്കാൻ വന്നാൽ അവന് പേടിയുണ്ടോ? എന്താ പേടിക്കാത്തതിൻ്റെ കാരണം? അവൻ്റെ അപ്പൻ കൈപിടിച്ചിരിക്കുകയാണ്. ആ അറിവാണ് അവൻ്റെ ധൈര്യം. ഇന്ന് പകൽക്കാലം എൻ്റെ നിങ്ങളുടെ ധൈര്യം എന്തെന്നറിയാമോ? ഇത് പകൽ എൻ്റെ അകത്ത് ലോകത്തിലുള്ളവനേക്കാൾ ഒരു വലിയവൻ എൻ്റെ അകത്തുണ്ടെന്ന് ഇന്ന് പകൽക്കാലം ദൈവകുഞ്ഞേ നീ തിരിച്ചറിഞ്ഞാൽ ഞാൻ പറയുന്നു, ഭാരപ്പെട്ടിരിക്കത്തില്ല, അധൈര്യപ്പെട്ടു പോകത്തില്ല. ഇന്ന് പകൽ നിന്നെ ധൈര്യപ്പെടുത്തുന്ന ഒരു സർവശക്തൻ ഇന്ന് പകൽ നിന്നോട് കൂടെയുണ്ട്. ഞാൻ പറയും, നിന്റെ വിഷയങ്ങളെക്കാൾ ഒരു വലിയവൻ നിന്റെ കൂടെയുണ്ട്. നിന്റെ പ്രശ്നങ്ങളെക്കാൾ വലിയൊരു ദൈവം നിന്നോട് കൂടെയുണ്ട്. എവിടെയാ നമ്മുടെ പരാജയം? ഈ ദൈവത്തെ തിരിച്ചറിയാതെ പോകുന്നത് ഇന്ന് പകൽക്കാലം നമ്മുടെ പരാജയം.
പറയല്ലേ, മതി കർത്താവേ. ഏലിയാവ് പറഞ്ഞ പോലെ മതി, മതി കർത്താവേ. ആമേൻ. ഞാൻ എല്ലാവരെക്കാളും നല്ലവൻ അല്ല, ഇനി മതി, എന്നെ അങ്ങ്. പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ അങ്ങനെ പറഞ്ഞു, മതി കർത്താവേ, മതി കർത്താവേ. ഈ പുള്ളിക്കാരനോട് ജീവിച്ചത് മതി, എന്നെ അങ്ങ്. ഈ കയ്പം വെച്ചുകൊണ്ടാണ് നീ ഇദ്ദേഹത്തോട് ജീവിച്ചത്, എനിക്ക് മതി, എന്നെ അങ്ങ്. അപ്പൊ ഈ പുള്ളിക്കാരനോട് നിരക്കാതെ അങ്ങോട്ട് എങ്ങനെ എടുക്കണം? പറയുമ്പോൾ കുറച്ച് ന്യായമായിട്ടൊക്കെ ചിന്തിച്ച് പറയുന്നതായിരിക്കും. നമ്മൾ എന്തിനാ ദൈവത്തെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത്? ഇവിടെ നിരക്കാൻ പറ്റാത്ത നമ്മൾ അവിടെ കൊണ്ടിട്ട് എന്തോ നരപ്പിക്കാനാ? കർത്താവ് ഇവിടെ ഇട്ട് എന്നെ എന്ത് ചെയ്യും? ഇവിടെ ഇട്ട് എന്നെ പണിയും. ആമേ. ഇന്ന് പകൽക്കാലം ഇതിനെ അങ്ങോട്ട് യാഗമായിട്ട് അങ്ങ് കൊടുക്കണം ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക്. ആമേ. സ്തോത്രം. ഹല്ലേലൂയ. കഴുത്തൊന്ന് നീട്ടിപ്പിടിച്ചു കൊടുക്കണം ഒരാറ്റാവട്ട്. ആമേ. സ്തോത്രം. പിന്നെ ഇനി ഒന്നും പറയാനില്ല. വായുണ്ടെങ്കിലല്ലേ പറയാൻ പറ്റൂ. കഴുത്ത് വെട്ടിയ പല്ല് പറയാൻ പറ്റുമോ? യാഗമായവർക്ക് വായില്ല. ആമേ. അതുകൊണ്ടല്ലേ ഭാഷ ഞങ്ങൾ സ്തോത്രം പോലും പറയാതിരിക്കുന്നത്. ആമേ. സ്തോത്രം. ഹല്ലേലൂയ. അവൻ. ഹല്ലേലൂയ. ഇപ്പൊ അവൻ തലയിൽ എന്തില്ല? അവൻ കഴുത്തിൽ എന്തില്ല? കഴുത്തിൽ തലയില്ല. ആമേ. സ്തോത്രം. ഹല്ലേലൂയ. ആമേ. സ്തോത്രം. നോക്കാൻ പറ്റില്ല. ഈ തലയിൽ ഈ കണ്ണുണ്ടെങ്കിൽ പറയാം, എന്നെ പറ്റി തന്നെയാണ് രണ്ടുപേരും അവിടെ നിൽക്കുന്നത്. ഇനി നോക്കാൻ എന്തില്ല? യാഗമാക്കണമെന്ന്. ഇതിനെല്ലാം യാഗമാക്കണം. ഇന്ന് പകൽക്കാലം ഇതിനെ യാഗമാക്കിയാൽ ആമേ, മനുഷ്യൻ്റെ അല്ല, സ്വർഗത്തിൽ നിന്ന് നിന്റെ വീട്ടിനകത്ത്, നിന്റെ വിഷയത്തിനകത്ത് ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ പ്രസാദം ഇറങ്ങണമെങ്കിൽ ഇന്ന് പകൽ പറയണം, ആമേ സ്തോത്രം, ദൈവം, ആമേ സ്തോത്രം, ദൈവം ആഗ്രഹിക്കുന്നത് നിന്റെ പേഴ്സിൽ ഇരിക്കുന്ന പൈസയല്ല. ആമൻ. നീ കൊടുക്കുന്ന പൈസയുടെയോ നീ കൊടുക്കുന്ന ദശാംശമല്ല. ആമൻ. ഇതൊന്നുമല്ല. ഇന്ന് പകൽ ദൈവത്തിന് ആഗ്രഹം, ദൈവത്തിന് പ്രസാദമുള്ളത് നിന്റെ ശരീരത്തെ ഇന്ന് പകൽ നീ യാഗമാക്കണം. ശരീരത്തെ യാഗമാക്കണം. ഹല്ലേലൂയ. എനിക്കറിയാം ഇന്ന് പകൽ ഒരനുഗ്രഹത്തിന്റെ വാക്യമെടുത്ത് നിങ്ങളെ സന്തോഷിപ്പിച്ച് വിടാൻ എനിക്കറിയാം. പക്ഷെ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഈ വാക്യം നീ പ്രസംഗിക്കണം. എനിക്ക് ആമേ സ്തോത്ര ഹല്ലേലൂയ, ചിലരോട് ആമേ എനിക്ക് മനസ്സലിയാനുണ്ട്. ചിലരോട് എനിക്ക് പ്രസാദം, എൻ്റെ പ്രസാദം ചിലരുടെ മേൽ എനിക്കൊന്ന് പകരണം. എൻ്റെ പ്രസാദം ചിലരുടെ മേൽ, ചില കുടുംബത്തിനകത്ത് എൻ്റെ പ്രസാദത്തെ, എൻ്റെ നന്മയെ, എൻ്റെ അനുഗ്രഹത്തെ പകരാനുണ്ട്. ഇനി താമസിക്കരുത്. ആമേസ്വത്ര. അതുകൊണ്ട് ഇന്ന് പകൽ ഈ വചനം പറയുന്നത്, ഹല്ലേലൂയ, ഞാനിത് ആമേസ്വത്ര ഇത് പറയുമ്പോൾ ആമേൻ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ആമേൻ അവരവർക്കുള്ളത് ഏറ്റെടുക്കണം. ആമേസ്വത്ര. ഹല്ലേലൂയ. ആമേൻ. പറയുക. ആമേൻ. സ്തോത്രം. നിങ്ങളുടെ ശരീരങ്ങളെ ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ, ശരീരം കൊണ്ട് എന്ത് ചെയ്യണം? നമ്മുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടും. എങ്ങനെ ശരീരം കൊണ്ട് മഹത്വപ്പെടുത്തുന്നത്? ആമേൻ. ദൈവകുഞ്ഞെ, ഈ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താതിരിക്കാൻ നിന്നോടുള്ള പോരും ഈ ശരീരത്തോടാണ്. പിശാച് എന്തിനാ ശരീരത്തോട് പോരാടുന്നത്? രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒറ്റ ദേഹം വേദന. ആദ്യം ആമേൻ സ്തോത്രം ശരീരം പറയും, നീ ഇന്ന് ആരാധനയ്ക്ക് പോകണ്ട. കാരണം പോയാൽ എന്ത് ചെയ്യും? ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തും. പിശാചിനെ അറിയാം. അത് പറഞ്ഞു, ഒന്നാമത് പറയും, നീ പോകണ്ട, നീ പോയാലും അവിടെ ഇത്രയും സമയം ഇരിക്കാൻ നിന്നെ കൊണ്ട് പറ്റത്തില്ല. കാരണം നിന്റെ ശരീരത്തിനകത്ത് എന്തുണ്ട്? മഹത്വം. നീ കൈ അടിച്ചാൽ ദൈവത്തിന് മഹത്വമാണ്. സ്തോത്രം. ഒരു സ്തോത്രം പറഞ്ഞാൽ ദൈവത്തിന് എന്താ പറയാ? കാരണം നീ ചർച്ചിൽ പോയാൽ നീ ദൈവത്തിന് മഹത്വമാണ്.
ദൈവം നീ ചർച്ച വരുന്ന ദൈവത്തിന് മഹത്വമാണ്. ആമേൻ. അതുകൊണ്ട് ആമേൻ സ്തോത്രം, ഇതുവരെ ഇല്ലാത്ത വേദനയും ആമേൻ ശരീരവേദനയും നട്ടല് വേദനയും ഒക്കെ അപ്പോഴേ വരത്തുള്ളെന്ന്. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. അതിനെ നമ്മൾ അതിജീവിച്ചാൽ ഇല്ല, ഇനി എന്ത് വന്നാലും ഞാൻ ചർച്ചിൽ എന്ത് ചെയ്യും, ഇനി എത്ര വേദന വന്നാലും ഞാൻ പോകും. ആമേൻ. പോകുന്ന വഴിക്ക് പറയും, നീ പോകുന്നത് കൊള്ളാം, നീ അവിടെ പോയി മിണ്ടാതെ ഈ കൈയൊന്നും എന്ത് ചെയ്യരുത്, അടിക്കരുത്. സ്തോത്രമൊന്നും വലുതായിട്ട് ഉറച്ച് സ്തോത്രമൊന്നും ഇത് നേരത്തെ എല്ലാം അഡ്വാൻസ് ചെയ്തിട്ട് കൊണ്ടുവരുക. ഇവിടെ അഡ്വാൻസ് ചെയ്ത് കൊണ്ടുവന്ന ആരുമില്ലല്ലോ. സ്തോത്രം. നിങ്ങൾ കേൾക്കുന്നില്ല എനിക്ക്. സ്തോത്രം. ഹല്ലേലൂയ. അവൻ കാരണം ഈ ശരീരം കൊണ്ട് സ്തോത്രം പറഞ്ഞാൽ ചിലരൊക്കെ ഹല്ലേലൂയ, അമ്മച്ചേക്ക് ഹല്ലേലൂയ പറഞ്ഞാൽ എങ്ങനെ പറഞ്ഞ ഹല്ലേലൂയ. ഇതെന്തിനാ പറയുന്നതെന്ന് അറിയാമോ? ഘനമേറിയ മഹത്വം. എങ്ങനെ? ഇതൊക്കെ നേരത്തെ പറയണ്ട പാസ്റ്റർ, ഞങ്ങളെങ്കിൽ ഉറച്ച് പറയുമായിരുന്നല്ലോ. ദൈവത്തിന് കൊടുക്കുന്നത്, ദൈവം തരുന്നത് എങ്ങനെയുള്ളതാ? ദൈവം തന്റെ മക്കൾക്ക് കൊടുക്കുന്നതെല്ലാം ശ്രേഷ്ഠമായതാ, നമ്മളെല്ലാം സൂത്രമായതാ. അതാണ് പ്രശ്നം. ദൈവം നമുക്ക് തരുന്നതെല്ലാം എങ്ങനെയുള്ള? രണ്ട് നല്ല വീടൊക്കെ തന്നെ പ്രഭു കർത്താവ് ഞങ്ങൾക്ക് എത്ര സന്തോഷം. പക്ഷെ കർത്താവിന് കൊടുക്കുന്നതോ ഉണങ്ങിയ സ്വോത്രം, കോട്ടുവായിട്ട സ്വോത്രം, നെടുവീർപ്പിട്ട സ്വോത്രം. സമയം 12:30 ഇങ്ങനെയാണെങ്കിൽ ഇത് കുറെ കൂടെ പോകും, ഇരുന്നങ്ങ് ഞരങ്ങുവാ. കൊടുക്കാൻ പറ്റുമോ? ഞാൻ അമ്മച്ച് ദൈവം അനുഗ്രഹിക്കും. ഇനിയും ദൈവം ബലപ്പെടുത്തുമെന്നേ. 86 ആയിട്ടും ഇരിക്കുന്ന കണ്ടില്ലേ? രണ്ടാമത്തെ ആരാധന, ഒറ്റ ആരാധനയ്ക്ക് വന്നിരുന്നവർ ഇതെപ്പോഴും 12:45 കർത്താവ് ഇങ്ങനെ ഇരിക്കുക. അമ്മച്ചി 6:30 വന്ന് ഒന്നാമത്തെ സെഷൻ കഴിഞ്ഞ് രണ്ടാമത്തെ ആരാധനയ്ക്ക് വന്നിരുന്നിട്ട് അവൻ ആ സ്തോത്രത്തിന്റെ ഘനം കണ്ടോ? അവൻ ദൈവത്തിന് കൊടുക്കുന്ന ഘനമേറിയതായിരിക്കണം. ആമേൻ സ്തോത്രം. പിശാചിനറിയാം. ആമേൻ. നീ ആമേൻ സ്തോത്രം കണ്ടോ? ശരീരം കൊണ്ട് ദൈവത്തെ എന്ത് ചെയ്യണം? ശരീരം കൊണ്ട് മഹത്വപ്പെടുത്തണം. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. അവൻ ചിലരൊക്കെ കൈയടിക്കണ കണ്ടാൽ ഭയങ്കര സങ്കടം തോന്നും, ഭയങ്കര സങ്കടം തോന്നും. ആമേൻ സ്തോത്രം. ഒരു കോഴിയൊക്കെ പൊരിച്ചു കൊടുത്താൽ അന്നേരം മിനിറ്റുകൾക്കകത്ത് തട്ടാനുള്ള ശരീരവും ആരോഗ്യം ബലവും എല്ലാം ഉണ്ട്. പക്ഷെ കൈയടിക്കുന്ന കണ്ടാലോ? ഞാൻ നിങ്ങളെ ഓർത്തല്ലേ, ഞാൻ ഓൺലൈനിലുള്ളവരോടാണ് പറയുന്നത്. ഞാൻ പറഞ്ഞതല്ല, ഒരു വാതിലേ ഉള്ളൂ. സ്തോത്രം കേട്ടോ. ഞാൻ അവരോടാ പറയുന്നത്. കാളെ കണ്ടാൽ പിശാച് പറയും, നീ വലുതായിട്ടൊന്നും എന്ത് ചെയ്യണ്ട, മ്യൂസിക് ഇങ്ങനെ ഉള്ളത് കൊണ്ട് ഈ കൈയടിയൊന്നും ആരും എന്ത് ചെയ്യത്തില്ല, ഈ കേൾക്കത്തില്ല. അതുകൊണ്ട് പതിയെ. ഇതെല്ലാം പിശാചിന്റെ തന്ത്രങ്ങളാണ്. എനിക്ക് കോട്ടിട്ടിരിക്കുന്നൊരു വിഷയമല്ല, എനിക്ക് ആരാധിച്ചേ പറ്റൂ. ഞാൻ ആരാധിക്കുമ്പോൾ എൻ്റെ തലയിൽ കൂടെ വേർപ്പ് ഇങ്ങനെ എൻ്റെ ദേഹത്തൂടെ ഇറങ്ങുന്നത് എനിക്കറിയാം. അവൻ എന്തെന്നറിയാമോ? ശരീരം കൊണ്ട് എന്ത് ചെയ്യണം? മിണ്ടാതിരിക്കാൻ എന്നെ കൊണ്ട് പറ്റുകയില്ല. ആമേൻ സ്തോത്രം. വേറൊരാളാണ് മെസ്സേജ് പറഞ്ഞെങ്കിൽ ഏറ്റവും കൂടുതൽ ഹല്ലേലൂയ സ്തോത്രം പറഞ്ഞത് ജോസ് പാസ്റ്റർ ആയിരിക്കും. എന്താണെന്നറിയാമോ? വചനം വരുമ്പോൾ എൻ്റെ ശരീരം കൊണ്ട് ഞാൻ എന്ത് ചെയ്യും? ഞാൻ എൻ്റെ ദൈവത്തിന് മഹത്വം കൊടുക്കും. എനിക്ക് മിണ്ടാതിരിക്കാൻ പറ്റുകയില്ല. ഹല്ലേലൂയ. ആമേൻ. പിശാച് പറയും, നീ ഉറച്ചു സ്തോത്രം പറയരുത്. പിശാച് അതൊക്കെ പറയും. പക്ഷേ ഇന്ന് പകൽക്കാലം പറയണം, കർത്താവേ ആമേൻ മഹത്വം, മഹത്വം. ആമേൻ. വചനം കേൾക്കുമ്പോൾ ഞാനൊരു സ്തോത്രം പറഞ്ഞാൽ ഈ സഭയിൽ ഇരിക്കുന്ന എല്ലാവരും കേൾക്കണം. കാരണം എന്തെന്നറിയാമോ? ഞാൻ എൻ്റെ ശരീരം കൊണ്ട് എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തും. ഞാൻ കരമടിക്കുന്നത് എൻ്റെ ദൈവത്തിന് മഹത്വം. ഞാൻ സ്തോത്രം പറയുന്നത് ദൈവത്തിന് മഹത്വം. ഞാൻ അന്യഭാഷ പറയുന്നത് എൻ്റെ ദൈവത്തിന് മഹത്വം. ഞാൻ തുള്ളി ചാടുന്നത് എൻ്റെ ദൈവത്തിന് മഹത്വം. ഞാൻ ദൂത് പറയുമ്പോ ചിലർ എഴുന്നേറ്റ് നിൽക്കുന്നു. എനിക്കറിയില്ല ഈ എഴുന്നേൽക്കുന്നവർക്ക് അറിയാമോന്ന് എനിക്കറിയത്തില്ല. അവർ ശരീരം കൊണ്ടും എഴുന്നേറ്റ് മഹത്വപ്പെടുത്തുക. പാസ്റ്റർ ഇതൊക്കെ പറഞ്ഞെങ്കിൽ എപ്പോഴും ഞങ്ങൾ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് വചനം സ്വീകരിച്ചേനെ. അവൻ ഇതുവരെ ഇല്ലെങ്കിൽ ഇനി അങ്ങനെ അങ്ങോട്ട് ആയിക്കോട്ടെ. ശരീരം കൊണ്ട് എന്ത് ചെയ്യണം? സ്തോത്രം. ഇന്ന് പകൽ നമ്മൾ കൈയടിക്കുന്നത്
ചിലരുടെ കൈ ഇങ്ങനെ മുട്ടുന്നുണ്ടോ എന്ന് പോലും സംശയമുണ്ട്. പക്ഷെ ഇന്ന് പകൽക്കാലം എന്തെന്നറിയോ, സ്വർഗത്തിലെ ദൈവം ആമേൻ സ്തോത്രം ഹല്ലേലൂയ, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ എന്ന് പറഞ്ഞാൽ എന്നെ തിരിച്ചറിയുന്നവർ ഉണ്ടോ എന്ന് നോക്കി ദൈവ സ്വർഗത്തിൽ നിന്ന് നമ്മൾ ആരാധിക്കുമ്പോൾ ദൈവം എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? നോക്കിക്കൊണ്ടിരിക്കുക. ആരാ എന്നെ മഹത്വപ്പെടുത്തുന്നത്? ആമേ 5-6 സഹോദരങ്ങൾ മൈക്ക് പിടിച്ചു നിന്ന് പാടുന്നുണ്ട്. ആമേൻ കൂടെ ആരെങ്കിലും പാടുന്നുണ്ടോ? ആമേൻ വായ് കൊണ്ട് എന്നെ മഹത്വപ്പെടുത്തുന്നുണ്ടോ? ആമേൻ അതരം കൊണ്ട് എന്നെ മഹത്വപ്പെടുത്തുന്നുണ്ടോ? കൈ കൊണ്ട് എന്നെ മഹത്വപ്പെടുത്തുന്നുണ്ടോ? ആമേൻ ചിലരൊക്കെ തുള്ളി ചാടി ആരാധിക്കും. ആമേൻ അതെല്ലാം ഇന്ന് പകൽക്കാലം വചനം വന്നു, അതെല്ലാം മഹത്വമാ. ദൈവ കുഞ്ഞെ ഇന്ന് പകൽക്കാലം ആമേൻ നീ സ്തോത്രം പറയുന്നത്, നീ കൈയടിക്കുന്നത്, ആമേൻ നീ ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കുന്നത്, ആമേൻ സ്വർഗത്തിലെ ദൈവം ഇന്ന് പകൽക്കാലം പറയാ, ഇതല്ല എനിക്ക് മഹത്വം തരുകയാ. ഇന്ന് പകൽക്കാലം ദൈവകുഞ്ഞേ, നീ ദൈവത്തിന് മഹത്വം കൊടുക്കാമെങ്കിൽ നിന്റെ ശരീരം കൊണ്ട് ഇന്ന് പകൽ ദൈവത്തിന് നീ മഹത്വം കൊടുക്കുന്നെങ്കിൽ ദൈവം പറയുക, എന്റെ പ്രസാദം നിന്റെ മേൽ വെളിപ്പെടും, എന്റെ പ്രസാദം നിന്റെ കുടുംബത്തിൽ, എന്റെ പ്രസാദം നിന്റെ തലമുറ മേൽ. ഇന്ന് പകൽക്കാലം ആമേൻ തിരിച്ചറിയുന്നവർക്കായി, തിരിച്ചറിഞ്ഞു ദൈവത്തെ ആരാധിക്കുന്നവർക്കായി, തിരിച്ചറിഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവർക്കായി ഞാൻ എൻ്റെ ദൈവത്തെ ഇന്ന് പകൽക്കാലം സ്തുതിക്കുകയാണ്. ഇന്ന് പകൽ തിരിച്ചറിയണം ദൈവത്തിന് ആമേൻ. ഞാൻ പറഞ്ഞു, നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ, നിങ്ങൾ ജോലി സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ, നിങ്ങൾക്ക് ഒരല്പസമയം ഇടവേള കിട്ടുമ്പോൾ നിങ്ങൾ സ്തോത്രം പറയുന്നെങ്കിൽ, ദൈവത്തിന് മഹത്വം കൊടുക്കുന്നെങ്കിൽ, ആമേൻ, നിങ്ങൾ കരമുയർത്തി കർത്താവേ നിനക്ക് സ്തോത്രം, ആമേൻ ഹല്ലേലൂയ. 3 ഹല്ലേലൂയ പറയാൻ നേരത്തല്ല കരമുയർത്തുന്നത്. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. വീട്ടിനകത്തും കരമുയർത്തി സ്തോത്രം പറയണം. എന്താണെന്നറിയാമോ? ആമേൻ സ്തോത്രം ഹല്ലേലൂയ. ആമേൻ മോശയുടെ കൈ ഉയർന്നിരുന്നപ്പോൾ ഇസ്രായേൽ പാളയത്തിൽ ജയം. നിന്റെ കരം ഉയർത്തി സ്തോത്രം ചെയ്യുമ്പോൾ നിനക്ക് ജയമാണ്, നിന്റെ വീട്ടിനകത്ത് ജയം. ആമേൻ വചനം പറയുന്നു, യഹോവയുടെ കൈ ഉയർന്നിരിക്കുന്നു, യഹോവയുടെ കൈ വീര്യം പ്രവർത്തിക്കുന്നു. ഇന്ന് പകൽ കരം ഉയർത്തി ആമേൻ ദൈവത്തെ ആമേൻ മഹത്വപ്പെടുത്തുമ്പോൾ ഓർത്തോണം, വീട്ടിനകത്തു ജയം. ആമേൻ ദൈവകുഞ്ഞേ, നീ എവിടെ കരമുയർത്തി സ്തോത്രം പറയുന്നു, എവിടെ കരമുയർത്തി നീ ദൈവത്തിന് നിന്റെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു, അവിടെ ജയമുണ്ടാകും, അവിടെ ഉയർച്ചയുണ്ടാകും, അവിടെ സമൃദ്ധിയുണ്ടാകും, അവിടെ ദൈവത്തിന്റെ കൃപ വെളിപ്പെടും. Glory to God, glory to God. Oh Jesus, ഇന്ന് പകൽ നീ സ്തോത്രം പറഞ്ഞാൽ ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. ശരീരം കൊണ്ട് മഹത്വപ്പെടുത്തണം. ഞാൻ പറഞ്ഞു, ഇനിയുള്ള ദിവസങ്ങൾ ശരീരം കൊണ്ട് മഹത്വപ്പെടുത്തണം, ശരീരം കൊണ്ട് ദൈവത്തിനെ സ്തുതിക്കണം. ആമേൻ. ദൈവം പറയാ ഹല്ലേലൂയ. ഒരു വാക്യം കൂടെ വായിച്ച് ഞാൻ പ്രാർത്ഥിക്കാൻ പോകുക. ആമേൻ. 12-2 വാക്യം പറയുന്നു, ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സ് പുതുക്കി എന്ത് ചെയ്യണം? ഹല്ലേലൂയ. മനസ്സ് പുതുക്കി എന്ത് ചെയ്യണം? മനസ്സിനെ എന്ത് ചെയ്യണം? പുതുക്കണം. എപ്പോ പുതുക്കണം? തിരുവത്താഴത്തിന്റെ അന്ന് മാത്രം മനസ്സ് പുതുക്കണം. ഹലോ, എന്താ മനസ്സ് പുതുക്കുന്നേ? എപ്പോഴാണ് മനസ്സ് പുതുക്കുന്നേ? മാസത്തിൽ ഒരു ദിവസമാണോ? ഓ, ദിനംതോറും നമ്മളെ മനസ്സിനെ എന്ത് ചെയ്യണം? മനസ്സിനെ പുതുക്കണം. മനസ്സിനെ ഈ പാമ്പ് അതിൻ്റെ പടം ആമേൻ മാറ്റിക്കളയും, അതിൻ്റെ തോൽ ഉരിഞ്ഞു കളയും ഒരു സമയമാകുമ്പോൾ. അപ്പൊ ഇത് ഉരിഞ്ഞു കളഞ്ഞാൽ ഇതുവരെ അവൻ ഇഴഞ്ഞ് ഈ മണ്ണിലൂടെ കടന്നുപോയ എല്ലാ അനുഭവങ്ങളെ അവൻ എന്ത് ചെയ്യുക? അത് ഉരിഞ്ഞു കളഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്യുക? പുതിയ അനുഭവത്തിലേക്ക് മാറുക. അപ്പൊ മനസ്സ് പുതുക്കുമ്പോൾ എന്ത് സംഭവിക്കും? പഴയതെല്ലാം മനസ്സിനെ എന്ത് ചെയ്യണം? മനസ്സിന്ന് പകൽക്കാലം പുതുക്കിയാൽ
ഇന്നലത്തെ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്തു? ഇന്നലത്തെ പണക്കം, ഇന്നലത്തെ വിഷമങ്ങൾ, ഇന്നലത്തെ സങ്കടങ്ങൾ, ഇന്നലത്തെ ഇതെല്ലാം എന്ത് ചെയ്യും? മനസ്സ് പുതുക്കിയില്ലെങ്കിലോ ഇന്നലത്തെ സംഭവങ്ങളെല്ലാം ഇന്ന് എന്ത് ചെയ്യും? നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് യാഗമാകുവാൻ കഴിയാത്ത ഇന്നലകളിലെ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് വെളിപ്പെട്ടു വരും. ഞാനിത് പറയുന്നത് ദൈവത്തിൻ്റെ പ്രസാദം നമ്മുടെ മേൽ വരാൻ നമ്മുടെ ലൈഫിൽ തടസ്സമായി കിടക്കുന്നത് ഈ വചനമൊക്കെ ഒന്നാമത് എനിക്ക്, രണ്ടാമത് എൻ്റെ കുടുംബത്തിന്, മൂന്നാമത് നിങ്ങൾക്ക്. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ തികഞ്ഞവനായിട്ടല്ല ഞാൻ ഈ വചനം പ്രസംഗിക്കുമ്പോൾ ഒന്നാമത് എനിക്ക്. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ഈ വചനം ഒന്നാമത് പറഞ്ഞ ജോസ് പാസ്റ്റർ ഇല്ലെങ്കിൽ ജോസെ, നീ ആദ്യം മനസ്സ് പുതുക്കണം. മനസ്സ് പുതുക്കണം. മനസ്സ് പുതുക്കിയ പഴയതെല്ലാം എന്ത് ചെയ്തു? എല്ലാം പോയി. പഴയത്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി. പഴയത് കഴിഞ്ഞു പോയി. അപ്പൊ ഓരോ ദിവസം നമ്മുടെ മുമ്പിൽ വരുന്ന പ്രശ്നങ്ങളെ, പ്രതിസന്ധികളെ നമ്മൾ തരണം ചെയ്യുന്നത് ഓരോ ദിവസവും നമ്മളെ മനസ്സെന്ത് ചെയ്യണം? ഓരോ ദിവസം എടുക്കപ്പെടും എന്നുള്ളൊരു ഹല്ലേലൂയ പറഞ്ഞേ. നേരത്തെ ഞാൻ പറഞ്ഞു കര ഉയർത്തി വേണം ദൈവത്തിന് ഹല്ലേലൂയ പറയാൻ. അപ്പോൾ എടുക്കപ്പെടുമെന്ന് ഉറപ്പുള്ളവർ കരമുയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഇനി എടുക്കപ്പെടൂല എന്ന് ഉറപ്പുള്ളവർ കരമുയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഇപ്പൊ നേരത്തെ എല്ലാരും കൈ പൊക്കിയില്ലല്ലോ. ശീതപാനും അല്ല, സ്തോത്രം, ഞാൻ പറഞ്ഞില്ല. കർത്താവ് വന്നാൽ ഇപ്പൊ പോകുമെന്ന് ഉറപ്പ് പ്രാഗൽഭ്യമുള്ളവരൊരു സ്തോത്രം പറഞ്ഞേ. ഇപ്പൊ നമ്മൾ ഇവിടെ വന്നതിന്റെ ഉറപ്പെന്താ? ഈ സമയം കാകളം ധ്വനിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പോണമെന്നോ? പോകും. നമ്മൾ പോകും. പക്ഷെ പോകണമെങ്കിൽ എന്ത് ചെയ്യണം? അച്ഛ ഒന്ന് ഉറച്ചു പറഞ്ഞേ. അച്ഛാ ആ മൈക്ക് അങ്ങ് ലാലു അച്ഛന് കൊടുത്തേ. അച്ഛ ഒന്ന് ഉറച്ചു പറഞ്ഞേ. മനസ്സ് പുതുക്കി എന്ത് ചെയ്യണം? പോകണ്ടേ? ഇവിടെ കിടന്ന് ഇപ്പോഴേ കഷ്ടപ്പാട്. ഇനി പോയില്ലെങ്കിലോ നമ്മൾ എന്ത് ചെയ്തേ പറ്റൂ? നമ്മൾ പോകണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ മനസ്സിന് എന്ത് ചെയ്യണം? നമ്മുടെ മനസ്സ് പുതുക്കണം. നമ്മുടെ മനസ്സിനകത്ത് ഒന്നും ഉണ്ടാകരുത്. മനസ്സിനെ പുതുക്കി ഓരോ ദിവസം നമ്മുടെ പ്രത്യാശ നമ്മുടെ കർത്താവിൻ്റെ രാജ്യത്തെ ചെല്ലുക എന്നുള്ളതാ. ഞാൻ പറഞ്ഞു പ്രിയരെ, ഞാൻ ഒറ്റ വാക്യം പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ വചനം പറഞ്ഞു, അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുമ്പിൽ, കർത്താവിൻ്റെ മുമ്പിൽ ആര് നിൽക്കണം? നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കണം. കൂടെ ആരും. ഇപ്പൊ കൂടെ ആരുണ്ട്? ഇപ്പൊ എല്ലാരും ഉണ്ട്. ഭാര്യയുണ്ട്, ഭർത്താവുണ്ട്, സഹോദരങ്ങളുണ്ട്, ചാർച്ചക്കാരുണ്ട്, സഭക്കാരുണ്ട്. പക്ഷെ അവിടെ എന്ത് ചെയ്തു? എന്താ ഈ പറയണ ആരും കാണുകയില്ല. അവിടെ നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കണമെങ്കിൽ ഇവിടെ നമ്മൾ മനസ്സ് പുതുക്കണം. മനസ്സ് പുതുക്കിയാൽ ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. നമ്മുടെ മനസ്സിനകത്ത് ഇന്നലകളിലുള്ളതെല്ലാം എന്ത് ചെയ്യും? എല്ലാം എന്ത് ചെയ്യും? സത്യം പറഞ്ഞാൽ നമ്മളെ വീട്ടിനകത്ത് തന്നെ നമ്മളെ യാത്രയ്ക്ക് തടസ്സമായ പ്രതികൂലങ്ങൾ പിശാച് അടിച്ചിടുക. ഇന്ന് പകൽക്കാലം പറഞ്ഞ മനസ്സ് പുതുക്കണം. ദൈവത്തോട് പറഞ്ഞ, കർത്താവേ, ഒരു നിമിഷം കണ്ണുകൾ അടച്ച്. Glory to God. Oh Jesus. നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി. ഒരു നിമിഷം എല്ലാവരും എഴുന്നേറ്റ് നിന്നേ. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് എഴുന്നേറ്റ് നിൽക്കാം. ദൈവത്തോട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാമോ? കർത്താവേ, വചനം പറയുന്നത് പോലെ ഞങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി, ആമേൻ, ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള ഒരു യാഗമായി കർത്താവ് ഇന്ന് പകൽക്കാലം ഞങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങളെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവാൻ. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. വചനം പറയുന്നു,
ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ഈ ലോകത്തിന് നിങ്ങൾ അനുരൂപരാകരുത്. ഈ ലോകത്തിന് നമ്മൾ അനുരൂപരായി പോകരുത്. ആമേൻ, സ്തോത്ര. വചനം പറയുന്നു, നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന്. ആമേൻ, അത് തന്നെ ഒരു പ്രസംഗ വിഷയമാണ്. ഇന്ന് പകൽക്കാലം ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചേ. കർത്താവേ, ഓരോ നിമിഷവും ഞങ്ങൾ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ട് ദൈവത്തിൻ്റെ പ്രസാദം ഞങ്ങളുടെ മേൽ, ഒരു മനുഷ്യൻ്റെ പ്രസാദമല്ല ദൈവകുഞ്ഞെ, മനുഷ്യൻ്റെ പ്രസാദം ഒരു സമയത്തേക്ക് നിന്റെ ജീവിതത്തിൽ നിൽക്കും, പക്ഷേ അത് കഴിയുമ്പോൾ നിന്നെ വിട്ടത് പോകും. ആമേൻ, സ്തോത്രം. നിന്നെ സ്നേഹിച്ചവർ, നിന്നോട് അവൻ ഒപ്പമുണ്ടാകുമെന്ന് പറഞ്ഞ എത്രയോ പ്രിയപ്പെട്ടവർ നിന്നെ വിട്ട് കടന്നുപോയി. പക്ഷെ ഇന്ന് പകൽക്കാലം ആരെല്ലാം നിന്നെ വിട്ടുപോയാലും ആമേൻ, നിന്നെ വിട്ടുപോകാത്ത ഒരു അരുമനാഥൻ, ഒരു നല്ല കർത്താവ് ഇന്ന് പകൽക്കാലം നിന്നെ ഈ ലോകത്തിലും വരുവാനുള്ള ലോകത്തിലും നിന്നെ അനുഗ്രഹിച്ച് നിന്നെ മാനിക്കുന്ന, നിന്റെ കുടുംബത്തെ മാനിക്കുന്ന, ആമേൻ, നിന്റെ തലമുറയെ മാനിക്കുന്ന ഒരു സ്വർഗത്തിലെ ദൈവം ഇന്ന് പകൽക്കാലം നമ്മുടെ നടുവിലുണ്ട്. ഇന്ന് പകൽക്കാലം ആ ദൈവത്തിന്റെ ആമേൻ കരുണ, ആ ദൈവത്തിന്റെ കൃപ ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടേണ്ടതിന് ഇന്ന് പകൽ നിങ്ങളുടെ ശരീരങ്ങളെ ദൈവത്തിന് യാഗമായി സമർപ്പിച്ച് നിങ്ങളുടെ മനസ്സിനെ, ആമേൻ, സ്തോത്ര, ഹല്ലേലൂയ, ആമേൻ, മനസ്സിനെ പുതുക്കണം, ശരീരത്തെ യാഗമാക്കണം, മനസ്സിനെ പുതുക്കണം. ഇന്ന് പകൽക്കാലം ഇത് ചെയ്യുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ മനുഷ്യന്റെ കരുണയല്ല, മനുഷ്യന്റെ ദയയല്ല, ദൈവത്തിന്റെ കരുണ വെളിപ്പെടും. ദൈവത്തിന്റെ കരുണ വെളിപ്പെടും. ദൈവത്തിന്റെ പ്രസാദം വെളിപ്പെടും. ഇന്ന് പകൽ ഈ പട്ടണത്തിനകത്ത് ദൈവകുഞ്ഞ് നിന്നെ കൊണ്ടുവന്നത് ആമേൻ, സ്തോത്രം, നീ കഷ്ടം അനുഭവിക്കാനല്ല. ആമേൻ, സ്തോത്രം, നീ പിറുപിറുത്തുകൊണ്ട് നീ ഞരങ്ങി ജീവിക്കാനല്ല. ഇന്ന് പകൽക്കാലം ദൈവം പറഞ്ഞു, എന്റെ പ്രസാദം, എന്റെ നന്മ, എന്റെ കരുണ ആമേൻ ഈ ദേശത്തിൽ സകല ജാതികൾക്കും വെളിപ്പെടുത്തി കൊടുക്കുവാൻ എന്റെ പ്രസാദം എന്തെന്ന്, എന്റെ നന്മ എന്തെന്ന് ആമേൻ, സ്തോത്രം, ജാതികൾക്ക് വെളിപ്പെടുത്തുവാൻ നിന്നെ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുകയാ. നീ അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയാ. ഓ സ്തോത്രം. നീ ജാതികളെ പോലെ ഞരങ്ങി പോകാനല്ല, ജാതികളെ പോലെ ഞെരുങ്ങി പോകാനല്ല, ജാതികളെ പോലെ ജീവിക്കാനല്ല. ഈ ഭൂമിയിൽ ദൈവത്തിന്റെ നന്മയും കരുണയും ആമേൻ, സ്തോത്രം, അനുഭവിക്കുവാൻ തക്കവണ്ണം ഇന്ന് പകൽക്കാലം ദൈവം നിങ്ങളെ തെരഞ്ഞെടുത്തെങ്കിൽ ആമേൻ, സ്തോത്രം, ഇന്ന് പകൽക്കാലം പറയണം, ആമേൻ, സ്തോത്രം, ദൈവത്തിന്റെ പ്രസാദം എൻ്റെ മേൽ വെളിപ്പെടും, എൻ്റെ കുടുംബത്തിനകത്ത് വെളിപ്പെടും. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മുടെ ശരീരങ്ങളെ വിട്ടുകൊടുക്കുക. നമ്മുടെ ആമേൻ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഒന്ന് പറ, കർത്താവേ, ഇന്ന് പകൽക്കാലം എൻ്റെ ശരീരത്തെ ഒരു യാഗമാക്കി നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. എൻ്റെ മനസ്സിനെ ഞാൻ പുതുക്കുന്നു. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. ആമേൻ. കർത്താവിന്റെ വരവ് ഏതു നേരത്തെന്നറിയില്ല. പരനെ, നിന്റെ വരവ് ഏത് നേരത്തെന്നറിയില്ല. ഏത് സമയത്തും ഒരുക്കത്തോടെ ഇരിപ്പാൻ ദൈവകുഞ്ഞെ, നിന്റെ ശരീരം കൊണ്ട് നീ ദൈവത്തെ മഹത്വപ്പെടുത്തണം. നിന്റെ വീട്ടിലിരിക്കുമ്പോൾ, നിന്റെ ജോലി സ്ഥാപനത്തിൽ ഇരിക്കുമ്പോൾ, നിന്റെ യാത്രയിൽ, നീ ആയിരിക്കുന്ന ഇടങ്ങളിലെല്ലാം നിന്റെ ശരീരം കൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുക്കണം. നിന്നിൽ ഒരു ആരാധന വെളിപ്പെടണം. നിന്നിൽ ദൈവത്തിന് പ്രസാദമുണ്ടാകണം. ആമേൻ, സ്തോത്ര, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം വേറെ ഒന്നും ആമേൻ ദൈവകുഞ്ഞെ നിന്റെ ഹൃദയത്തിനകത്ത് പതിഞ്ഞില്ലെങ്കിലും ഇന്ന് പകൽക്കാലം ഒരു ദൂത് നിന്റെ ഹൃദയത്തിനകത്ത് പതിയണം. ആമേൻ. കർത്താവേ, ഈ ഭൂമിയിൽ ഇനി എത്ര നാൾ എനിക്ക് ആമേൻ ദൈവം ഒരു ശേഷിപ്പ് തരുന്നു, അത്രയും നാള് എൻ്റെ ശരീരം കൊണ്ട് ദൈവമേ നിന്നെ മഹത്വപ്പെടുത്തും. നിന്റെ സന്നിധിയിൽ എൻ്റെ ശരീരത്തെ ഞാൻ ഒരു യാഗമാക്കി മാറ്റും. ഞാൻ ദിനംതോറും മനസ്സ് പുതുക്കി രൂപാന്തരം പ്രാപിച്ച് ലോകത്തിന് നിന്റെ നന്മയും കരുണയും ഞാൻ പ്രദർശിപ്പിക്കും. ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവത്തോട് പ്രാർത്ഥിക്കാം.